വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. തെറ്റ് ചെയ്യുന്നവരിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലാഹു സ്നേഹിക്കുന്നത്, അല്ലാഹു ആദരിക്കുന്നത് തൗബ ചെയ്യുന്ന ആളുകളെയാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ആളുകളെയാണ്. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ ആരാണ് കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് ആരാണ് കൂടുതൽ അധികരിപ്പിക്കുന്നത്? അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. വയസ്സായ ആളുകൾ അവസാന സമയത്ത് കൂടുതൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ എത്ര ചെല്ലാൻ പറ്റുമോ ഒരു ദിവസം 1000, 2000, 3000, 10000 എത്ര ഇസ്തിഗ്ഫാർ നമ്മൾക്ക് അധികരിക്കാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഏറ്റവും വലിയ പരിഹാരം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു. ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാനുഭാവൻ. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ ഒരു സഹോദരൻ അദ്ദേഹത്തെ സ്വപ്നം കാണാനിടയായി. അല്ല, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്ത ആളാണല്ലോ, ഖബറിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള അമൽ ഏതായിരുന്നു? ഖബറിൽ രക്ഷപ്പെടാനുള്ള അമൽ ഏതാണ്? വലിയ മുതലാളിയാണ്. അദ്ദേഹത്തിന്റെ സുഗന്ധം കിലോമീറ്ററുകളോളം അതിന്റെ പരിമളം എത്തിയിരുന്നു എന്നാണ്. അധികാരം കയ്യിൽ കിട്ടിയപ്പോ തന്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ വലിച്ചെറിഞ്ഞ് ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഖബറിലേക്ക് ഏറ്റവും ഉപകാരമുള്ള അമൽ ഏതായിരുന്നു? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ, എന്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലിക്കൂട്ടിയ പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ഇസ്തിഗ്ഫാറിന്റെ ഖബറിലേക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. എന്റെ ഖബറിൽ ഏറ്റവും സുഖങ്ങൾ ലഭിക്കാൻ കാരണം ഇസ്തിഗ്ഫാർ ആണെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, രക്ഷിതാക്കളോട്, വൃദ്ധന്മാരായ എന്റെ സ്നേഹനിധികളായ ഉപ്പമാരോട്, ഉമ്മമാരോട് പറയാനുള്ളത്, വെറുതെ സൊറ പറയുന്ന സമയങ്ങളിൽ, വെറുതെ സംസാരിച്ചിരിക്കുന്ന സമയങ്ങളിൽ, ടി വി കണ്ട് സമയം നഷ്ടപ്പെടുത്തുന്ന സമയങ്ങളിൽ ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ചെല്ലാൻ തുടങ്ങിയാൽ നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഒരു തെറ്റുപോലുമില്ലാതെ ഒരു നല്ല മനുഷ്യനായി ഉമ്മ പെറ്റ മക്കളെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് മാത്രമല്ല, ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇസ്തിഗ്ഫാറിലൂടെ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഞാൻ കോരിച്ചൊരിയുന്ന മഴ തരാമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, മഴ തരാം. മഴയില്ല, ദുബായിൽ നല്ല മഴയാണ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഴ. നമ്മുടെ നാട്ടിലെ മഴ അങ്ങോട്ട് പോയി, ഇവിടെ മഴയില്ല. ഇവിടെ അല്ലേ മഴ വരേണ്ടത്? ഇവിടെ ആയിരുന്നില്ലേ മഴ ഉണ്ടായിരുന്നത്? ഒരു കാലഘട്ടത്തിൽ നല്ലവരായ ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു. നല്ലവരൊക്കെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. കുറച്ച് ആളുകളെ ഉള്ളൂ, അതുകൊണ്ടാ കുറച്ചെങ്കിലും മഴ കിട്ടുന്നത്. മഴ കിട്ടാനുള്ള വഴി എന്താ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു അനുഗ്രഹീതമായ കോരിച്ചൊരിയുന്ന മഴ തരാമെന്ന് പരിശുദ്ധമായ സൂറത്തുകളിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലണം, എല്ലാവരും ചൊല്ലണം. ആര്? ഉപ്പ ചൊല്ലണം, ഉമ്മ ചൊല്ലണം, മക്കള് ചൊല്ലണം, വീട്ടുകാരെല്ലാവരും ചൊല്ലണം ഇസ്തിഗ്ഫാർ. ഒരു മിനിമം 100 ഇസ്തിഗ്ഫാറെങ്കിലും ചെല്ലാൻ പറ്റണം നമ്മൾക്ക്. രാവിലെ സുബഹി നിസ്കാരത്തിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 100 തവണ, മഗ്രിബ് നിസ്കാരത്തിന്റെയും സുബഹിയുടെയും ഇടയിൽ ഒരു 100 തവണ ഇത് ചൊല്ലിയാലോ മഴ ലഭിക്കും, നോ ഡൗട്ട്. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നമ്മളെ പോലെയല്ല, അല്ലാഹ് പറഞ്ഞ നമ്മളെ പോലെയല്ല. റബ്ബനാ വആതിനാ മാ ബഅത്നാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ നിറവേറ്റി തരണേ അല്ലാഹ്. കാരണം ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, ഒരു വാഗ്ദാനം നീ നൽകിയാൽ ആ വാഗ്ദാനം നീ തള്ളിക്കളയുന്നവനല്ല.
കരാറ് ലംഘിക്കുന്നവനല്ല, വഞ്ചിക്കുന്നവനല്ല, ചതിക്കുന്നവനല്ല. ഒരു വാക്ക് നൽകിയാൽ അതുപോലെ പാലിക്കുന്നവനാണ് നീ. അതുകൊണ്ട് ഞങ്ങളുടെ വാഗ്ദാനം നിറവേറ്റിത്തരണേ എന്ന് ദുആ ചെയ്യാറുണ്ടല്ലോ. അള്ളാഹു ഒരു വാഗ്ദാനം നൽകിയാൽ അത് ഭംഗിയായി നിറവേറ്റാൻ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട്. അള്ളാഹു ലംഘിക്കൂല. ഇപ്പൊ മഴ വേണമെങ്കിൽ എന്ത് ചെയ്യണം? മുഖ്യമന്ത്രി കണ്ടിട്ടൊന്നും കാര്യം ഉണ്ടാവൂല, അതൊന്നും ശരിയാവൂല. പിന്നെന്താ വേണ്ടത്? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലാഹു ഒരു ചൊരിയുന്ന അനുഗ്രഹീതമായ മഴ ഞങ്ങൾക്ക് നൽകുമാറാവട്ടെ. സ്വർഗം ലഭിക്കാനുള്ള ഒരു വഴി, മരിച്ചാൽ സ്വർഗം ലഭിക്കാനുള്ള ഒരു വഴി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മരിക്കുമെന്ന് ഉറപ്പാണല്ലോ, മരിക്കാതെ രക്ഷപ്പെടാൻ ആർക്കും പറ്റൂലല്ലോ അല്ലേ? ആർക്കെങ്കിലും മരിക്കാതെ രക്ഷപ്പെടാൻ പറ്റുമോ? പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. യൂറോപ്യൻസ് ഒക്കെ വലിയ വലിയ ഭീമമായ ഡോളറുകൾ കൊടുത്തിട്ട് മരിക്കുമ്പോൾ ഒരു വസിയത്ത് ചെയ്യാൻ, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ മറമാടാൻ പാടില്ല. കാരണം ഇനി വരാനിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ്, ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ, ഏതെങ്കിലും ഒരു ഡോക്ടർ, മരിച്ചുപോയ ആളുകൾക്ക് രണ്ടാമതൊരു ജീവൻ നൽകാനുള്ള പ്രാപ്തിയുള്ള, യോഗ്യനായ, നൈപുണ്യമുള്ള ഒരു ഡോക്ടർ വന്നാൽ എന്റെ ഈ ദശലക്ഷക്കണക്കിന് ഡോളറുകൾ നൽകി എനിക്ക് രണ്ടാമതും ജീവിക്കാൻ നിങ്ങൾ അവസരം തരണം. കാറൽ മാർക്സിന്റെ ശരീരം മറമാടിയിട്ടില്ല, അതിന്നും കെമിക്കൽ ഉപയോഗിച്ചിട്ട് സംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിന്? അങ്ങനെ ഒരു ഡോക്ടർ വന്ന കാറൽ മാർക്സിന് രണ്ടാമതൊരു ജീവൻ നൽകണം, എന്നിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി സമുദായത്തിന്, നാടിന് ഉപയോഗിക്കണം എന്നുള്ള ചിന്തയോടെ. പക്ഷെ മരിക്കാതിരിക്കാൻ പറ്റൂല. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതു ഫീ ബുറൂജിൻ മുശയ്യദ. ശക്തമായ കെട്ടുറപ്പുള്ള ഭദ്രമായ കോട്ടകൊത്തളങ്ങൾക്കകത്തളങ്ങളിൽ ചെന്ന് ജീവിച്ചാലും മരണം നിന്നെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. മരണത്തിൽ നിന്ന് എത്ര ഓടാൻ ശ്രമിച്ചാലും അകലാൻ ശ്രമിച്ചാലും മരണം നിന്നെ വിടാതെ പിന്തുടരുമെന്ന് പരിശുദ്ധ ഖുർആൻ. മരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെ? മരിക്കുന്ന ഉറപ്പാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അല്ലാഹു മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് നമ്മളിൽ ആരാണ് നല്ലവനും നോക്കാനാണ്. ആരാണ് നന്മ ചെയ്യുന്നവൻ, ആരാണ് അല്ലാഹുവിനെ പറ്റിക്കുന്നവൻ, ആരാണ് ഇവിടെ തോന്നിവാസം പോലെ ജീവിക്കുന്നവൻ, ആരാണ് നന്നായി അമൽ ചെയ്യുന്നത് എന്നറിയാനാണ് അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ മരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ മരിക്കുമ്പോ സ്വർഗത്തിലെത്തണം. അതിനുള്ള വഴി എന്താ? മരിക്കുന്ന ഉറപ്പല്ലേ അല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? വണ്ടി ഇങ്ങനെ നോക്കുക, റോഡ് സൈഡ് വെച്ചാണല്ലോ കാപ്പി. ടാങ്കറിലൊരു പോകും, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും. വലിയ മരം കൊണ്ടുപോകുന്ന MP ഉണ്ടാകും, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും. അതൊക്കെ നമുക്ക് നാളെ നോക്കാം. വേല കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഇരുന്നാൽ നിങ്ങളിപ്പോൾ നോക്കിയ വണ്ടിയൊക്കെ അത് ഒന്നും കൂടി പോകും. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ആൾക്കാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. കുറച്ച് സമയം മുമ്പിലുള്ളൂ അല്ലെ? 9 മണിയായി, ഒരു 10:30 മണി വരെ ഉള്ളൂ. മരിക്കാതിരിക്കാൻ ആർക്കെങ്കിലും പറ്റൂല അല്ലെ? അതിനുള്ളൊരു പരിഹാരം ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് തീരുമാനിക്കാം? മരിക്കും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ മരിക്കുമ്പോ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എന്താണ്? അതിനൊരു പരിഹാരം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി അന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഈ ഇസ്തിഗ്ഫാർ അറിയുന്ന ആളുകളൊന്ന് കൈപൊക്കെ അൽഹംദുലില്ലാഹ്. ഇസ്തിഗ്ഫാറിന്റെ നേതാവാണ്. നമ്മൾ പറഞ്ഞു ഇസ്തിഗ്ഫാർ ചെല്ലണം. അപ്പൊ ഏത് ഇസ്തിഗ്ഫാറാ ചെല്ലേണ്ടത്? ഇസ്തിഗ്ഫാറിന്റെ നേതാവ് ഇയാളാണ്. ഇത് ചെല്ലിയ മാഷാ അല്ലാഹ് ഉഷാറായി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചെല്ലിയ കൂലി കിട്ടൂലേ? കൂലി കിട്ടും. പക്ഷെ ഇത് ചെല്ലിയ മാഷാ അല്ലാഹ് ഉഷാറായി. അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت.
ഈ ഒരു ദിക്ർ ഒരാൾ അർത്ഥം മനസ്സിലാക്കി ഇതിന്റെ ആശയം മനസ്സിലാക്കി സുബഹിക്ക് ശേഷം ഒരു തവണ ചൊല്ലിയാൽ മഗ്രിബിന് മുമ്പെങ്ങാനും മരിച്ചുപോയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ? മരിക്കുന്ന ഉറപ്പാൻ, മരിച്ച സ്വർഗത്തിലാണ്. സുബഹിക്ക് ശേഷം ഒരു തവണ അർത്ഥം ആലോചിച്ചത് ചൊല്ലിയാൽ മതി. അതുപോലെ മഗ്രിബ് നിസ്കാര ശേഷം അർത്ഥം ആലോചിച്ചുകൊണ്ട് ഒരു തവണ ഈ ഒരു ദിക്ർ ഒരാൾ ചൊല്ലിയാൽ സുബഹിക്ക് മുമ്പ് അയാൾ മരിച്ചുപോയാൽ ലാ ദഖലൽ ജന്ന, അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒന്ന് ചൊല്ലല്ലേ എല്ലാവർക്കും ഒന്നിച്ച്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي നീയാണ് എൻ്റെ രക്ഷിതാവ് ലാ ഇലാഹ ഇല്ലാ അൻത നീയല്ലാതെ മറ്റൊരു ദൈവമില്ല റബ്ബേ ഖലഖതനി നീയാണ് എന്നെ സൃഷ്ടിച്ചത് അന അബ്ദുക ഞാൻ നിന്റെ അടിമയാണല്ലോ വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാമല്ലോ വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാമല്ലോ ആണ് പറയുന്നത് വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണല്ലാഹ് വഅബൂഉ ലക ബിനിഅമതിക അലയ്യ നീ എനിക്ക് തന്ന നിഅമത്തിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് റബ്ബേ നീ എനിക്ക് തന്ന നിഅമത്തിനെ ഞാൻ അംഗീകരിക്കുകയാണ് വഅബൂഉ ലക ബിദംബി ഞാൻ ചെയ്ത തെറ്റിനെയും ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് പ്രായപൂർത്തിയെത്തിയത് മുതൽ ഇന്ന് വരെ ഒരുപാട് വൻദോഷങ്ങളും ഒരുപാട് ചെറുദോഷങ്ങളും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് അത് ഞാൻ അംഗീകരിക്കുകയാണല്ലോ അത് ഞാൻ സമ്മതിക്കുകയാണല്ലോ അതുകൊണ്ട് ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻ അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് നീയല്ലാതെ പിന്നെ ആരാണ് പാപങ്ങൾ പുറത്തു തരുന്നത് നീയല്ലാതെ പിന്നെ ആരാണ് ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരുന്നത് നിന്നോടല്ലാതെ പിന്നെ ആരോടാണ് റബ്ബേ ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ പാപം പുറത്തു തരണേ എന്നുള്ള ഇസ്തിഗ്ഫാറിന്റെ നേതാവായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ സുബഹിക്ക് ശേഷം ഒരു തവണ ചൊല്ലിയാൽ മഗ്രിബിന്റെ ശേഷം ഒരു തവണ ചൊല്ലിയാൽ സുബഹിക്ക് മുമ്പോ മഗ്രിബിന് മുമ്പോ മരിച്ചുപോയാൽ അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇത് ചൊല്ലോ കുറെ വാല് കേൾക്കുന്നുണ്ട് വാല് കേൾക്കുക തിരിച്ചു പോവാ എന്താ വാലിൽ പറഞ്ഞത് അതിങ്ങനെ കുറെ കാര്യം പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഈ വാല് കേട്ടിട്ട് എന്താ കാര്യം നമ്മുടെ നാട്ടിൽ വാലിന് വല്ല കുറവുണ്ടോ വാല് കേട്ടിട്ട് വലിയ കാര്യമില്ല നന്നാവണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം വാല് പറയുന്ന ആൾക്കും വേണം കേൾക്കുന്ന ആൾക്കും വേണം രണ്ടാൾക്കും വേണം ഇത് പറഞ്ഞതുകൊണ്ട് സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാവണം ഇത് കേട്ട് എനിക്കൊരു മാറ്റം ഉണ്ടാവണം അല്ലാഹു നമ്മളൊക്കെ നല്ലവരിൽ പെടുത്തട്ടെ ഇന്നു മുതൽ തുടങ്ങണം നിങ്ങൾ ഇതെങ്ങനെ കിട്ടും എങ്ങനെ പഠിക്കും മൊബൈൽ ഫോണിലൊക്കെ ഇതിന് ടെക്സ്റ്റ് വരും ഇതിന്റെ ഇമേജ് കിട്ടും നോക്കിയിട്ട് ഓതിയാൽ മതി സുബഹി നിസ്കാരത്തിന് ശേഷം ഒന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു തവണ ഓതുക മഗ്രിബിന് ശേഷം ഒരു തവണ ഓതുക 10 ദിവസം ഇത് തുടർച്ചയായി ചെയ്യും ഇത് കാണാതെ പഠിഞ്ഞോളും വൈഹാട്ട് ചെയ്യാൻ തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ SSLC +2 ഡിഗ്രി എക്സാമിന് കാണാതെ പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഡെയിലി ഇത് ചെല്ലിയാലോ ഒരു 10 ദിവസമാകുമ്പോൾ മനപ്പാടാകും പിന്നെ മരിച്ച മാഷാ അല്ലാഹ് സ്വർഗമാണ് ഇത് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് റജബ് ഒരുങ്ങാനുള്ള മാസമാണ് റജബ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ള മാസമാണ് ഷഅബാൻ
അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള മാസമാണ്. എന്നാൽ പരിശുദ്ധമായ റമളാൻ മാസമുണ്ടല്ലോ, അത് ഖുർആൻ അധികരിപ്പിക്കാനുള്ള മാസമാണ്, ഖുർആൻ ഓതാനുള്ള മാസമാണ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമളാൻ മാസം 60 ഖത്തം ഖുർആൻ ഓതി തീർത്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. റമളാൻ വന്നാൽ 60 തവണയാണ് ഖുർആൻ ഓതി തീർത്തിരുന്നത്. ഒരു തവണ ഓതി തീർക്കാറുണ്ടോ? ഫസ്റ്റത്തെ 10 നല്ല ആവേശത്തിൽ മുസ്ഹഫൊക്കെ എടുത്തിട്ട് ഓതും, പിന്നിങ്ങനെ മടിച്ച് അവസാന 10 ആകുമ്പോൾ ഒരു ഖത്തം വരെ തീർക്കാത്ത എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരൂലേ? ഇതൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാതെ രക്ഷപ്പെടാൻ പറ്റൂല. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവേ, എന്റെ സമുദായം പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പരാതി പറയുന്നുണ്ട്. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. പരിശുദ്ധമായ ഖുർആനിനെ എന്റെ സമുദായം അവഗണിച്ചു കളഞ്ഞുവല്ലോ. മഹാന്മാരായ ആലിമീങ്ങൾ പറയാണ്, മാസത്തിൽ ഒരു തവണ ഖുർആൻ ഖത്തം തീർത്തില്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരിൽ അവർ പെട്ടുപോകും. ഖുർആൻ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കും. അല്ലാഹു കാക്കട്ടെ. ഗൗരവമുള്ള വിഷയല്ലേ ഇത്? ഒരു തവണ ഒരു ഖത്തം ഖുർആൻ ഒരു മാസത്തിൽ ഓതി തീർത്തില്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരിൽ നമ്മൾ പെട്ടുപോകും. ഖുർആൻ ഒരാൾക്കെതിരെ ശബ്ദിച്ചാൽ അവന്റെ കാര്യം കഷ്ടമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു വരണ്ടേ, മടങ്ങി വരണ്ടേ ഖുർആനിലേക്ക് മടങ്ങി വരണ്ടേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളായ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ചത് പരിശുദ്ധമായ ഖുർആനായിരുന്നു. സത്യം പറഞ്ഞാലേ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും തൃപ്തികരമായ മൈക്ക് കിട്ടിയത് ഇന്നാണ്. നല്ല മൈക്കാണ്, അൽഹംദുലില്ലാഹ്. ഇതുവരെ നമ്മുടെ നാട്ടിൽ അപ്പോ നബിത്തങ്ങളെ ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ഉപയോഗിച്ചത് ഖുർആനാണ്. എന്നാൽ ആളുകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇന്ന് സമുദായം ഉപയോഗിക്കുന്നതും ഖുർആനാണ്. മുസ്ലിമീങ്ങളുടെ ആവേശവും മുസ്ലിമീങ്ങളുടെ ഈമാനും മുസ്ലിമീങ്ങളുടെ സംസ്കാരവും നശിപ്പിക്കാൻ ഇന്ന് ലോകത്ത് ചില ആളുകൾ ഗൂഢമായ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അവരുപയോഗിക്കുന്നത് ഖുർആനാണ്. മഹാനായ തുഫൈൽ ഇബ്നു അംറു ദൗസി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അന്ന് അദ്ദേഹം മുസ്ലിം അല്ല, വലിയ അറിയപ്പെട്ട മഹാനാണ്. അവിടെ അറിയപ്പെട്ട ഒരു കവിയാണ് തുഫൈൽ. നബിത്തങ്ങൾ മക്കയിൽ ഇങ്ങനെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ വഴിയിലൂടെ കടന്നു വരുന്നത്. മക്ക മുശ്രിക്കീങ്ങൾ തടഞ്ഞു. ഇവിടെ ഒരു മുഹമ്മദ് ഉണ്ട്, പോവരുത്. മുഹമ്മദിന്റെ അടുത്ത് പോയാൽ നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുടുംബം എല്ലാവരെയും വലിച്ചെറിഞ്ഞ് ഒരു ഭിന്നിപ്പിന്റെ ആളായി നീ മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഹമ്മദിന്റെ സമീപത്തേക്ക് അടുക്കരുത് എന്ന് തുഫൈലിനെ ആളുകൾ അബൂജഹലിനെ പോലെയുള്ള കിങ്കരന്മാർ നിർബന്ധിച്ചു. അദ്ദേഹം പേടിച്ചിട്ട് 2 പരുത്തിയെടുത്ത് ചെവിയിലേക്ക് തിരികെ കയറ്റി. അദ്ദേഹത്തിന് കഅബയുടെ അടുത്ത് പോകണം. കഅബ എല്ലാവർക്കും വിശ്വാസമുണ്ട്, കഅബയുടെ അടുത്ത് പോകണം. 2 പരുത്തി ചെവിയിൽ തിരികെ കയറ്റി കഅബയുടെ അടുത്ത് ചെന്നു. അങ്ങനെ കഅബയിലേക്ക് ചെല്ലുമ്പോഴാണ് ആ കഅബയുടെ സമീപത്ത് നിന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭംഗിയായി നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായത്. പരുത്തി വെച്ചിട്ടും ചെവിയുടെ അകത്തേക്ക് ഖുർആൻ തിരികെ കയറുകയാണ്. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, വല്ലാഹി മാ സമിഅതു ഖൗലൻ ഖത്തു അഹ്സന മിൻഹു. ഇതുപോലെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ വലിയൊരു കവിയാണ്. ഇന്ന് മക്കയുടെ സമീപത്തുള്ള മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള വലിയ വലിയ സാഹിത്യകാരന്മാരുടെ വായയിൽ നിന്ന് പോലും ഇത്രയും മനോഹരമായ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്തോ ഒരു ഭംഗിയാണിതൊന്ന് കേൾക്കാൻ, എന്തോ ഒരു ആസ്വദിക്കാൻ പറ്റുന്ന വാക്കുകളാണിത് എന്ന് പറഞ്ഞു ഹബീബിന്റെ പിന്നാലെ പോകുകയാണ് തുഫൈൽ എന്ന് പറയുന്ന മുശ്രിക്കായ സഹോദരൻ. നിങ്ങളടുത്ത് പോയി നബി തങ്ങൾ ഖുർആൻ ഓതി കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നു വരികയും 80ഓളം വീട്ടുകാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു. കാരണം ഖുർആൻ കേട്ടതാണ്. ഖുർആൻ കേട്ടപ്പോൾ പരിവർത്തനം ഉണ്ടായി, ഖുർആൻ കേട്ടപ്പോൾ മാറ്റമുണ്ടായി. ത്വാഹ മാ അൻസൽനൽ ഖുർആന, ത്വാഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പേരുച്ചരിച്ചുകൊണ്ട് ഒരു സൂറത്ത് തുടങ്ങുന്നുണ്ട്. ആ സൂറത്ത് കേട്ടപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുന്നത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ ഓരോ ആയത്തുകളിലൂടെ ഓരോ മഹാന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങളെ ഖുർആനിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇസ്ലാമിനെ ഒരിക്കലും തകർക്കാൻ പറ്റൂല എന്ന് തോന്നിയപ്പോഴാണ് when this book is with them we cannot enjoy peace and tranquility in their land. ഈ ഖുർആൻ അവരുടെ കയ്യിലുള്ള കാലത്തോളം സമാധാനവും സന്തോഷവും നമ്മൾക്ക് കിട്ടൂല. മുസ്ലിമുകൾ ഖുർആൻ കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ലക്ഷോപലക്ഷം ആളുകൾ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പോരാടാൻ വന്ന് വിജയിക്കാൻ പറ്റിയില്ല. കാരണം അവരുടെ സംസ്കാരവും അവരുടെ സ്വഭാവവും ഖുർആനായിരുന്നു. പിന്നെ അവർ ആലോചിച്ചു തുടങ്ങി മുസ്ലിമുകളെ ഖുർആനിൽ നിന്ന് മാറ്റി നിർത്തണം. അതെങ്ങനെയാ പറ്റുക? അപ്പോഴാണ് 2 കപ്പലുകളിലായി യൂറോപ്പിൽ നിന്ന് ഒരു കപ്പൽ നിറയെ മാദക സുന്ദരിമാർ, ഒരു കപ്പൽ നിറയെ കള്ളിന്റെ തോപ്പുകൾ, കള്ളിന്റെ കോപ്പുകൾ മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിലേക്ക് അർദ്ധനഗ്നരായ പെണ്ണുങ്ങൾ ഇറക്കിവിട്ടു. നാടുനീളെ കള്ളിന്റെ ബാറുകൾ തുറന്നു വെച്ചു. കള്ളു കുടിച്ചു, പെണ്ണു പിടിച്ചു. മുസ്ലിമീങ്ങൾ ഖുർആനിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങി. അതോടുകൂടി മുസ്ലിം ഉമ്മത്തിന്റെ നാശത്തിന് തുടക്കം കുറിച്ചു. ഇന്നും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഖുർആനിൽ നിന്ന് നമ്മൾ മാറിയത് മുതൽ അനുഭവിക്കാൻ പോകുന്ന പരീക്ഷണങ്ങളാണ്. അങ്ങനെ തന്നെ ഇനി ഖുർആനിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായാൽ ആ പഴയ വിജയം അള്ളാഹു തിരിച്ചു തരും. എവിടെ നോക്കിയാലും നമ്മൾക്കെതിരെ ആക്ഷേപങ്ങൾ, എവിടെ നോക്കിയാലും ആളുകൾ നമ്മെ ടാർഗറ്റ് ചെയ്യാൻ കാരണം നമ്മളാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ, തറക്തു ഫീകും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാനുള്ള കാലത്ത് ഞാൻ നിങ്ങളെ നോക്കിക്കോളാം, പക്ഷെ ഞാൻ മരിച്ചാലോ ഞാൻ നിങ്ങളെ 2 കാര്യം ഏൽപ്പിച്ചു പോവാണ്. തറക്തു ഫീകും അംറൈൻ ലം തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ഈ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരൂല, നിങ്ങൾക്ക് പരാജയത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ വീഴേണ്ടി വരൂല. 2 കാര്യം മുറുകെ പിടിച്ചാൽ മതി. 1 ഖുർആനാണ്, 2 എന്റെ സുന്നത്താണ്. ഇത് 2 മുറുകെ പിടിക്കാൻ കാസർഗോട്ടുകാരാ നമ്മൾ തയ്യാറാണോ? ഖുർആനിലും സുന്നത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ ജീവിത രീതി, നമ്മുടെ സംസ്കാരം, നമ്മുടെ ചിട്ട, നമ്മുടെ ഓരോ രീതിയും പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധമായ ഹദീസിലേക്കും മാറാൻ തയ്യാറായാൽ ഇന്ന് കൂണുപോലെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നമ്മൾക്കെതിരെ ഉണ്ടാവൂല. ഇവിടെ കൊലപാതകങ്ങളുടെ കഥകൾ കേൾക്കേണ്ടി വരൂല. ഇവിടെ ആരാധനാലയങ്ങൾക്കെതിരെ ഒരു കല്ലേറ് പോലും ഉണ്ടാവൂല. ഇസ്ലാമിനെതിരെ ശബ്ദിക്കാനോ ഒച്ചവെക്കാനോ ഇസ്ലാമിനെതിരെ പേന എഴുതാനോ ഒരാളും ഇവിടെ തയ്യാറാവൂല. മടങ്ങിപ്പോവണം തറവാട്ടിലേക്ക്, മടങ്ങിപ്പോവണം ഖുർആനിലേക്ക്, മടങ്ങിപ്പോവണം പരിശുദ്ധ റസൂലിന്റെ ചര്യയിലേക്ക്. നമ്മൾ മാറിയാൽ നമ്മെ ആക്രമിക്കാൻ അള്ളാഹു തന്നെ ആളെ ഇറക്കും. അങ്ങനെയാണ്. ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലാന്ന് പറയാൻ പറ്റുമോ? തറക്തു ഫീകും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരൂല. നമ്മുടെ ഇനിയുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇനിയുള്ള തീരുമാനങ്ങൾ എന്താ? ഖുർആൻ മുറുകെ പിടിച്ച് നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം, ഖുർആനിലൂടെ എങ്ങനെ ജീവിക്കണം, എല്ലാം ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പർവ്വതങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു തആല ഈ ദുനിയാവിന്റെ ഉത്തരവാദിത്തങ്ങളെ. നമ്മെ മാത്രമല്ല, നമ്മൾ അവസാനം ഏൽപ്പിച്ചതാണ്. നമ്മൾക്ക് മുമ്പ് അല്ലാഹു വേറെ ചില ആളുകളെ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും ഏറ്റെടുക്കാതിരുന്നപ്പോ നമ്മൾ ഏറ്റെടുത്തതാണ്. ഖുർആൻ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ.
فأبين أن يحملنها وأشفقن منها وحملها الإنسان. എന്താ പറഞ്ഞത്? ഇന്നാ അറൽനൽ അമാന, ലോകത്തിന്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം ഏൽപ്പിച്ചത് ആകാശങ്ങളിലുള്ള ആളുകളെയാണ്. അവർ സ്വീകരിച്ചില്ല. അവരോട് പറഞ്ഞു, നന്മ ചെയ്താൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം, തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദീനിന്റെ നിയമങ്ങൾ, ദീനിന്റെ ഓരോ കാര്യങ്ങളും ആകാശങ്ങളിലുള്ളവരെ അള്ളാഹു അറിയിച്ചു കൊടുത്തു. അവര് പറഞ്ഞു, പടച്ചോനെ ഞങ്ങൾക്ക് തൽക്കാലം ഇത് വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ. പിന്നെ അള്ളാഹു ഭൂമിയോട് ചോദിക്കുകയാണ്, ഭൂമിയെ ഞാൻ ചില നിബന്ധനകൾ വെക്കുന്നുണ്ട്, അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഭൂമി പറഞ്ഞു, പടച്ചോനെ എനിക്കും പറ്റൂല. പിന്നെയാണ് അള്ളാഹു പറയുന്നത്, വൽ ജിബാൽ, പർവ്വതങ്ങളോടും അള്ളാഹു ചോദിക്കുന്നുണ്ട്, പർവ്വതങ്ങളെയും ഏൽപ്പിക്കുന്നുണ്ട്. അവരും പറഞ്ഞു, ഞങ്ങൾക്കും പറ്റൂല റബ്ബേ. എല്ലാവരും കൈയൊഴിഞ്ഞു. ആര്? ആകാശങ്ങളിലുള്ളവർ, ഭൂമി, പർവ്വതങ്ങളൊക്കെ കൈയൊഴിഞ്ഞു. അവസാനം മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ നിനക്ക് പറ്റുമോ? മനുഷ്യൻ പറഞ്ഞു, വെരി കൂൾ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിച്ചോളാം. നമ്മൾ സ്വീകരിച്ചു, എന്നിട്ട് നമ്മൾ തോന്നിവാസം പോലെ ജീവിക്കാൻ. അവർ ഏറ്റെടുക്കാത്ത നമ്മൾ ഏറ്റെടുത്തു. فأبين أن يحملنها وأشفقن منها. എല്ലാ പർവ്വതങ്ങളും ഭൂമിയും ആകാശങ്ങളും അള്ളാഹുവേ ഞങ്ങൾക്കിത് സാധിക്കൂല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തങ്ങളെ ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യന്മാർ ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല. പക്ഷേ മനുഷ്യൻ വിഡ്ഢിയാണ്, മനുഷ്യൻ അക്രമിയാണ്. അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. മനുഷ്യൻ വിഡ്ഢിയാണ്, അതുകൊണ്ടാണ് ഏറ്റെടുത്തത്. ഇനി ഏതായാലും ഏറ്റെടുത്തു കഴിഞ്ഞ് ഇനി മാറാൻ ചാൻസ് ഇല്ല. ഇനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങി. ഇശാ നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയ നിസ്കാരം സുബഹി നിസ്കാരം വരെ നീണ്ടു. ദീർഘിച്ചു നിൽക്കുന്ന നിസ്കാരമാണ്. ഒന്നാമത്തെ റക്അത്തിൽ ദീർഘിച്ചു നിൽക്കുന്ന ഖുർആൻ പാരായണം, രണ്ടാമത്തെ റക്അത്തിലും ദീർഘിച്ചു നിൽക്കുന്ന പാരായണം, റുകൂഇൽ ഒരുപാട് സമയം, സുജൂദിൽ ഒരുപാട് സമയം. എന്നിട്ട് സുബഹി നിസ്കാരത്തിന്റെ സമയമായതുപോലും അറിയാതെ നബി തങ്ങൾ ഇങ്ങനെ കരഞ്ഞു. മഹാനായ ഹബീബിന്റെ റൂമിൽ നിറയെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുന്നുണ്ട്. നബി തങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിസ്കാരത്തിന്റെ സമയമായി ബാങ്ക് വിളിക്കട്ടെ, ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ കരയുന്ന കണ്ണുകളുമായി പേടിച്ചു നിൽക്കുന്ന ഹബീബിനെ കണ്ടപ്പോ മഹാനായ ബിലാൽ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഉറക്കമൊഴിക്കുന്നത്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു തന്നു എന്ന് പറഞ്ഞാൽ, ഒരു ദോഷം പോലും ഇല്ലാതെ, ഒരു പാപം പോലും ഇല്ലാതെ, ഒരു കുറ്റം പോലും ഇല്ലാതെ അല്ലാഹു നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ ഉറക്കൊഴിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ കണ്ണുനീരൊഴിക്കുന്നത്? ഒന്ന് വിശ്രമിച്ചുകൂടെ, ഒന്ന് ഉറങ്ങിക്കൂടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് ഹബീബ് പറയുന്നത്, ബിലാലേ, അഫലാ അകൂന അബ്ദൻ ശുകൂറ, ഇത്രയൊക്കെ ഓഫറുകൾ നൽകിയ റബ്ബിന് ഞാൻ ശുക്ർ ചെയ്യണ്ടേ? അല്ലാഹു എനിക്ക് എന്റെ പാപങ്ങളില്ലാതെ എന്നെ സംരക്ഷിച്ചു, ഒരു തെറ്റുപോലും ചെയ്യാത്ത ഒരാളായി അല്ലാഹു എന്നെ സ്വീകരിച്ചു, അതിന് നന്ദി ചെയ്യണ്ടേ? അതൊന്നുമല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയാനുള്ള കാരണം, ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങുകയുണ്ടായി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കൊരു ആയത്തിറങ്ങുകയുണ്ടായി. ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ആയത്തിറങ്ങുകയുണ്ടായി. ആ ആയത്തിൽ പറയുന്നത്, ഈ ആയത്തോതുകയും ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഈ ആയത്തൊരാൾ ഓതിവിട്ടാൽ ഫവൈലുൽ ലഹു, അവന്റെ നാശമാണെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതാണ്, ഇതിന്റെ അർത്ഥമൊന്നും ആലോചിക്കാതെ ഖുർആൻ ഇങ്ങനെ ഓതിവിടുകയാണ്. ഈ ആയത്തോതുമ്പോ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ, ഇതിന്റെ ആശയങ്ങളിലേക്ക് പോവാതെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കാതെ ഇത് ഓതിവിട്ടാൽ അവന് നാശമാണ്, അവൻ അപകടമാണെന്ന് അള്ളാഹു എന്നോട് അറിയിച്ചിട്ടുണ്ട്. ആ അർത്ഥം ആലോചിച്ചിട്ട് കരയുകയാണ് ബിലാലേ. ആ അർത്ഥം ആലോചിച്ചിട്ട് ഞാൻ കരയുകയാണ്. എനിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല, എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല. ഏതാണ് ആ ആയത്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് ഓതിക്കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا فقنا عذاب النار അല്ലാഹുവേ അല്ലാഹുവിന്റെ ആകാശലോകങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് പരിശുദ്ധമായ ഈ ഖുർആനിന്റെ ആയത്തോതുമ്പോൾ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഓതിവിട്ടാൽ അവൻ അപകടമെന്ന്, അവന് നരകമുണ്ട് എന്ന് എന്നെ മലക്ക് വന്നറിയിച്ചപ്പോ അതിന്റെ പേരിൽ ഈ ആയത്തോർത്ത് ഞാൻ കരയുകയാണ്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, അതുപോലെ രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, അവർ നിന്നാലും ഓർക്കുന്നത് സർവശക്തനായ അല്ലാഹുവിനെയാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ, രാത്രി നിന്ന് നിസ്കരിച്ചാൽ അവർ ഓർക്കുന്നത് സർവശക്തനായ ജഗന്നിയന്താവായ സർവലോക പരിപാലകനായ അല്ലാഹുവിനെയാണ്. ഏത് റബ്ബിനെയാണെന്നറിയോ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ലോകത്ത് അല്ലാഹു ഒരാളെ സൃഷ്ടിച്ചാൽ അവർക്ക് അല്ലാഹു ഭക്ഷണം നൽകുമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് യദ്കുറൂനല്ലാഹ ഖിയാമാ, അവർ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്നുണ്ട്. നിൽക്കാൻ കഴിയാത്തവർ ഖുഊദാ, ഇരുന്നുകൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കുകയാണ്. വഅലാ ജുനൂബിഹിം, നിൽക്കാനും ഇരിക്കാനും കഴിയാത്തവർ കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നുണ്ട്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇവിടെ കാണുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. വിശാലമായി നീണ്ടുകിടക്കുന്ന, പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന സമാന്തരമായ സമുദ്രങ്ങളെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. അമ്പിളി മാമനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. സൂര്യനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വൃക്ഷങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ അല്ലാഹ്, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ റബ്ബേ, ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ സൃഷ്ടിച്ചത്. ഇതിൽ മനുഷ്യന് പാഠമുണ്ടല്ലോ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് വഖിനാ അദാബൻ നാർ, നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്, നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്. ഈ ആയത്തോതുമ്പോൾ അർത്ഥം ആലോചിക്കാതെ ചിന്തിക്കാതെ ഒരാൾ ഓതിപ്പോയാൽ അവന് നാശമുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ ഓർത്ത് കരയാൻ തുടങ്ങിയത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കാൻ ഖുർആൻ ഓതുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. കരച്ചിൽ വരും. മക്കത്തൊക്കെ ഉംറക്ക് പോയ ആളുകൾക്കറിയാം, അവിടുത്തെ ഇമാമ് സൂറത്തുകൾ ഓതുമ്പോ പല രാത്രികളിലും കരയലാണ്, പല രാത്രികളിലും കരയലാണ്. തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് നിസ്കാരത്തിൽ. അങ്ങനെ ഒരു ദിവസം എടുത്ത് ഞാൻ പോയപ്പോ റൈസി ഓതിയ ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. ജിന്നുകൾ ഖുർആനിനെ കുറിച്ച് കേട്ടപ്പോ ജിന്നുകൾ പോലും ഇതിനെ ശ്രദ്ധിച്ചു. മനുഷ്യന്മാർക്ക് ഇറക്കിയ ഖുർആൻ ജിന്നിനൊക്കെ ഇറക്കിയിട്ടുണ്ട്, എന്നാൽ മനുഷ്യന് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. നമ്മൾക്ക് ഇതിനോടൊരു ബോധമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا حَضَرُوهُ قَالُوا أَنصِتُوا. ജിന്നുകളെ നബി തങ്ങളുടെ അടുത്തേക്ക് അല്ലാഹു അയക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ നബി തങ്ങൾ ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായി. അപ്പൊ ജിന്നുകൾ പറഞ്ഞു, ഹേ ഖാലു അൻസിതു, പ്ലീസ് കീപ് കാം, ഒന്ന് മിണ്ടാതിരിക്കുക.
പ്ലീസ് ബി സൈലന്റ് അൻസിതു, ഒന്ന് മിണ്ടാണ്ടിരിക്കും, ഇതൊന്ന് കേൾക്ക്. ഇത് വല്ലാത്ത മാധുര്യമുള്ള വിഷയമാണല്ലോ. നബി തങ്ങൾ ഇങ്ങനെ ഓതുകയാണ്. അപ്പോഴാണ് ജിന്നുകൾ അവിടേക്ക് എത്തുന്നത്. അല്ലാഹു പറയാണ്, വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ചില ആളുകളെ അങ്ങയുടെ സമീപത്തേക്ക് ഞാൻ പറഞ്ഞയച്ചപ്പോ, ഫലമ്മാ ഹളറൂഹു ഖാലൂ അൻസിതു, നിങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും ജിന്നുകൾ പറഞ്ഞു അൻസിതു, ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നൊന്ന് കേൾക്കട്ടെ. അങ്ങനെയാണ് ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോൾ നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ വാദും നിങ്ങളുടെ എല്ലാം ഒഴിവാക്കി നിങ്ങൾ ഖുർആനിന്റെ ആയത്ത് ശ്രദ്ധിക്കണം. ഖുർആൻ ഓതുന്നത് കേട്ടാൽ അത് ശ്രദ്ധിക്കണം എന്ന നിർബന്ധ ബാധ്യത ഖുർആൻ പറയുന്നുണ്ട്. എല്ലാവരും കേൾക്കാൻ തുടങ്ങി, മിണ്ടാതെ ഓച്ചാനിച്ചു നിന്ന് ഖുർആൻ കേൾക്കാൻ. فلما قضي ولوا الى قومهم منذرين, അല്ലാഹുവിന്റെ ഹബീബ് ഓതുന്നതൊന്ന് നിർത്തിയപ്പോ നേരെ തന്റെ കൂടെയുള്ള മറ്റുള്ള ജിന്നുവർഗത്തിന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ജിന്നുകൾ ഓടിപ്പോവുകയാണ്. എന്നിട്ട് സമുദായത്തെ വിളിച്ചു, നാട്ടുകാരെ ജിന്നുവർഗങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി. ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശേഷം ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് ജിന്നുകൾ മറ്റുള്ള ജിന്നുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഖുർആനിലുള്ളത്? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നിങ്ങൾക്ക് മുമ്പിലുള്ളതിനെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഇറക്കിയതിനെ വാസ്തവമായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഖുർആനിനെ അല്ലാഹു ഇറക്കുന്നത്. യഹ്ദീ ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം, ചൊവ്വായ പാതയിലേക്ക്, സത്യത്തിന്റെ പാതയിലേക്ക്, വിജയത്തിന്റെ പാതയിലേക്ക്. ഇവിടെയാണ് വിജയം, ഇവിടെയാണ് സത്യം, ഇവിടെയാണ് നന്മ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ നന്മയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്ന് ജിന്നുവർഗങ്ങൾ നേരെ പോയി തന്റെ കൂട്ടാളികളോട് പറയുകയാണ്. എന്നിട്ട് അവരെ വിളിക്കുകയാണ്, യാ ഖൗമന, എന്റെ സമുദായമേ, ഓ ജിന്നുവർഗമേ, അജീബൂ ദാഇയല്ലാഹ്, അല്ലാഹുവിന്റെ വിളിയാളങ്ങൾക്ക് ഉത്തരം നൽകണേ. അല്ലാഹുവിന്റെ വിളിയാണ്. മുഹമ്മദ് നബിയിലൂടെ അല്ലാഹു വിളിക്കുകയാണ്, ഖുർആനിലൂടെ അല്ലാഹു വിളിക്കുകയാണ്. അജീബൂ ദാഇയല്ലാഹ്, അതുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരണം. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വയുജിറുക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുമെന്നും ജിന്ന് തന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന രംഗം അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. ഇനി ഇത് കേട്ടിട്ട് നന്നാവാൻ തീരുമാനിച്ചില്ല, നന്നാവാനുള്ള താല്പര്യമില്ലേ? അല്ലാഹു അവരെ കാണുന്നില്ല, അല്ലാഹു അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. ومن لا يجب داعي الله فليس بمعجز في الارض, അല്ലാഹുവിന്റെ ക്ഷണം സ്വീകരിക്കാതെ മാറി നിൽക്കുന്നവർ അവർ അശക്തന്മാരാണ്, അവരെ നശിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയൂല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അല്ലാഹുവിന് കഴിയും, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ വിചാരിക്കും നമ്മൾ മുസ്ലിമീങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിക്കുന്നത്, അല്ലേ? മുസ്ലിമീങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നത്. കൊലപാതകങ്ങൾ മാസങ്ങളിൽ ഓരോന്നെന്ന രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ സംയമനം പാലിക്കുകയാണ്. ചെറുപ്പക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, പോരെ, ഇനിയും വേണോ ഈ സംയമനം? ചെറുപ്പക്കാരെ ചോദിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നമ്മുടെ ആയുധം സംയമനമാണ്, നമ്മുടെ സംസ്കാരവും സംയമനമാണ്. എനിക്കറിയാം, അങ്ങനെ ചോദിച്ച ആളുകൾക്ക് അറിയാം. സംയമനം വേണമെന്ന് പറഞ്ഞപ്പം പോരെ, ഇനിയും വേണോ ഈ സംയമനം? ഇത്ര കാലമായി 9 എണ്ണമായി നിരന്തരമായി കൊല ചെയ്യപ്പെടുകയാണ്. എന്തേ, ഇതൊന്നും അല്ലാഹു കാണുന്നില്ലേ, ഇതൊന്നും അല്ലാഹു ശ്രദ്ധിക്കുന്നില്ലേ എന്ന ഒരു ആലോചന ഉണ്ടാവരുത്. അല്ലാഹു പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. പൊന്നു മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഅ്മിനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പരീക്ഷണം തരാതെ ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലോകത്തെവിടെ നോക്കിയാലും ആളുകളുടെ ചർച്ച മുസ്ലിമീങ്ങളാണ്. ഒരു മുസ്ലിം കൊല ചെയ്യപ്പെട്ടാൽ ചാനലുകൾക്ക് ചർച്ചയില്ല, അല്ലെ? ഒരു മുസ്ലിം കൊല ചെയ്യപ്പെട്ടാൽ പത്രക്കാർക്ക് വാർത്തയല്ല.
ചാനലുകാർക്കത് വാർത്തയല്ല. രാത്രി ചർച്ചകൾ, അന്തിച്ചർച്ചകളില്ല. എന്നാൽ ഏതെങ്കിലും ഒരു കയ്യബദ്ധത്താൽ മുസ്ലിം ഒന്ന് കൊന്നാലോ പിന്നെ മാസങ്ങളോളം ചർച്ചകൾ. അത് യുആപ്പ ചുമത്തണം, കാപ്പ ചുമത്തണം, എന്തൊക്കെയുള്ള കോലാഹലങ്ങൾ. മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ട പോലോ ഒരു പട്ടി കൊല്ലപ്പെട്ട പ്രശ്നം പോലുമില്ല. പട്ടികൾക്ക് വരെ സ്വൈരവിഹാരത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന നാട് എന്നൊരു മുസ്ലിമിന് ജീവിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളാണല്ലോ. അല്ല, അല്ലാഹു പറയാണ്, അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ, ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? മുസ്ലിമായ പിന്നെ ഫുൾ ഫ്രീ ആയി ഞാൻ അങ്ങോട്ട് സ്വർഗത്തിൽ എത്തി തോന്നുന്നുണ്ടോ? ഇല്ല. വഹും ലാ യുഫ്തനൂൻ, ഒരു പരീക്ഷണം പോലും അനുഭവിക്കാതെ, പ്രാരാബ്ദങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളെ മാത്രമല്ല നിങ്ങളെക്കാൾ മുമ്പുള്ളവരെയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് പള്ളിയിൽ കയറി ഉസ്താദിനെ കൊന്നതാണ്. എന്നാൽ ഉസ്താദിനെക്കാളും വലിയ ആളാണ് അമ്പിയാക്കൾ. അമ്പിയാക്കളെ കൊന്നിട്ടില്ലേ? അമ്പിയാക്കളെ കൊന്നിട്ടില്ലേ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ എന്നറിയോ? ഒരു കൊലപാതകം നടക്കുമ്പോൾ ആയുധങ്ങളുമായി ഇറങ്ങാൻ ഇസ്ലാം നിങ്ങൾക്ക് അനുവാദം തന്നിട്ടില്ല, ക്ഷമിക്കാനാണ് പറഞ്ഞത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളെയും കൂട്ടി കടന്നു വരികയാണ്. എന്റെ ചെറുപ്പക്കാരാ, ഈ ഒരു സംഭവം നിങ്ങൾ മറന്നുപോകരുത്. എന്റെ ചെറുപ്പക്കാരോട് വളരെ സ്നേഹത്തോടെ പറയുകയാണ്. ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി, മതസ്പർദ്ധയുണ്ടാക്കി, മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ചോര കുടിച്ച് ഇവിടെ ഭിന്നിപ്പം, ഇവിടെ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ എന്റെ പൊന്നു ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ക്ഷമയാണ് നമ്മുടെ മുഖമുദ്ര. ക്ഷമിക്കാനാണ് പരിശുദ്ധ ദീൻ നമ്മോട് പഠിപ്പിച്ചത്. ഇതിനേക്കാളും വലുത്, ഇതിനേക്കാളും വലിയ പീഡനങ്ങളുടെ കഥകൾ, ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങളുടെ നൂലാമാലകൾ അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും അനുഭവിച്ചിട്ടുണ്ട്. മദീനയിൽ നിന്ന് ഈ വർഷം ഉംറ ചെയ്യണമെന്ന താല്പര്യത്തോടെ സ്വഹാബാക്കളോട് പറഞ്ഞു, എന്റെ സ്വഹാബാ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, കഅബയിൽ ചെന്ന് ഉംറ ചെയ്യുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് പോയി ഉംറ ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും അങ്ങ് മക്കയിലേക്ക് കടന്നു വരികയാണ്. 4000 ചില്ലാനം സ്വഹാബാക്കളുണ്ട്. ഇത് എപ്പോ വരുന്നതെന്നറിയോ? ബദർ യുദ്ധം വിജയിച്ചവരാണ് മുസ്ലിമീങ്ങൾ. മക്കക്കാരുമായി ശക്തമായ യുദ്ധം കഴിഞ്ഞ് ബദർ യുദ്ധത്തിൽ വിജയശ്രീലാളിതരായി വിജയത്തിന്റെ പതാക ആകാശലോകത്ത് വെന്നിക്കൊടി പറപ്പിച്ചവരാണ് മുസ്ലിമീങ്ങൾ. ആ 4000 സ്വഹാബാക്കളുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും കടന്നു വരികയാണ് ഉംറ ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് മഹാനായ ഉസ്മാൻ തങ്ങളെ പറഞ്ഞേക്കുന്നത് മക്കക്കാരായ മുശ്രിക്കീങ്ങളുടെ തീരുമാനം എന്തെന്നറിയാൻ. എന്നാൽ ഉസ്മാൻ തങ്ങളെ ബന്ദിയാക്കുകയാണ് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ചെയ്തത്. നബി തങ്ങളെ ഹുദൈബിയയിലെത്തിയപ്പോ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ വന്നിട്ട് തടയുകയാണ്. ഉംറ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂല, ഉംറ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂല, നേരെ തിരിച്ചു മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോ നബി തങ്ങളൊന്ന് വിരലനക്കിയാൽ 4000 ആളുകൾ മരിക്കാൻ തയ്യാറായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് രക്തസാക്ഷിയായി ഷഹീദായി പാറിപ്പറന്ന് കടന്നു പോകാൻ താല്പര്യത്തോടെ യുദ്ധത്തിന് കൊതിച്ചു നിൽക്കുന്ന സ്വഹാബാക്കള്, എന്തും ചെയ്യാൻ തൽപരരായ 4000 വാളൂരി പിടിച്ച സ്വഹാബാക്കൾ ഉണ്ടാകുമ്പോ നബി തങ്ങൾ പറഞ്ഞു, കൂൾ, സമാധാനായിട്ടിരിക്കും. സഹാബാക്കൾക്കൊക്കെ ഒന്ന് രോമൊക്കെ ഒന്ന് എണീറ്റു. അവര് പറഞ്ഞു, നബിയെ, യുദ്ധം ചെയ്യാൻ ഞങ്ങൾ യുദ്ധത്തിനാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണ്, ഉംറ ചെയ്യാൻ വന്നവരാണ് ഞങ്ങൾ, ഉംറ ചെയ്യാതെ തിരിച്ചു പോവില്ല, ഉംറ ചെയ്യാതെ തിരിച്ചു പോവില്ല. സഹിൽ എന്ന് പറയുന്ന ഒരാളെ സന്ധിക്ക് വേണ്ടി പറഞ്ഞേക്കുകയാണ്. സഹിൽ എന്ന് പേരുള്ള ഒരു മുശ്രിക്കിനെ നബി തങ്ങളുമായി സന്ധി ചെയ്യാൻ. എന്താണ് സന്ധി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി തങ്ങൾ എഴുതി കൊടുത്തു, കേൾക്കണേ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള കാസർഗോട്ടിലെ സ്നേഹനിധികളായ എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് എഴുതാൻ പറഞ്ഞു അലി തങ്ങളോട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാകരനും കാരുണ്യവാനുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് എഴുതാൻ പറഞ്ഞപ്പോ സഹല് പറയാണ്, റഹ്മാനെയും റഹീമിനെയും ഞങ്ങൾക്കറിയില്ല, ബിസ്മില്ല എന്ന് എഴുതിക്കോ. നിങ്ങൾ റഹ്മാനും റഹീമൊന്നും ഞങ്ങൾക്കറിയില്ല, ബിസ്മില്ല എന്ന് എഴുതിക്കോ. എഴുതിയതിനെ വെട്ടി റഹ്മാനും വെട്ടി റഹീമും വെട്ടി ബിസ്മില്ല എന്നാക്കി.
വിധങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാതിരിക്കാം. അടുത്തത് മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദാണ് എഴുതുന്നത്. മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്നെഴുതിയാൽ മതി, റസൂലുള്ളാഹ് എന്നത് വേണ്ട. നിങ്ങൾ റസൂലാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾ കൂടെ വരൂലേ? നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് മുൻ മുഹമ്മദ് റസൂലില്ലാഹ് എന്ന് വേണ്ട, മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്ന് എഴുതിയാൽ മതി. അലിയിനോട് വെട്ടാൻ പറഞ്ഞപ്പോ, ആ റസൂലുള്ളാഹ് എന്നത് വെട്ടാൻ പറഞ്ഞപ്പോ അലി തങ്ങളുടെ കൈകൾക്ക് ധൈര്യം വന്നില്ല. എങ്ങനെയാണ് റസൂലുള്ളാഹ് എന്നൊരു പദം വെട്ടിപ്പോകുന്നത്? ഹബീബിനോട് സ്നേഹമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ മുകളിൽ പേന കൊണ്ട് എഴുതാൻ പറ്റുന്നത്? അലി പറഞ്ഞു, നബിയെ എനിക്ക് പറ്റൂല, നബിയെ എനിക്ക് പറ്റൂല. അവസാനം അല്ലാഹുവിന്റെ ഹബീബ് നിർബന്ധിപ്പിച്ചപ്പോ മഹാനായ അലി തങ്ങൾക്ക് വെട്ടേണ്ടി വന്നു. എന്നിട്ട് തീരുമാനം എന്താ? മദീനയിൽ നിന്ന് മുസ്ലിമീങ്ങളായ ആളുകളിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് കടന്നു വന്നാൽ അവരെ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നാൽ, മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മദീനയിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ പാടില്ല, പറഞ്ഞേക്കണം. കേൾക്കുന്നുണ്ടോ? അവിടെ സ്ക്രീൻ ഉണ്ടാ? അതെല്ലാരും അങ്ങോട്ട് നോക്കുന്നല്ലേ? ഞാൻ വിചാരിക്കും എന്താ എല്ലാരും അങ്ങോട്ട് നോക്കുന്നത്. മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പിന്മാറി മക്കയിലേക്ക് കടന്നു വന്നാൽ അവരെ സ്വീകരിക്കും, ഞങ്ങൾ അവരെ കൈയും നീട്ടി സ്വീകരിക്കും. എന്നാൽ മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഒപ്പ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച്, ഇങ്ങനെ ഒരു ഒപ്പിന് നിങ്ങൾ തയ്യാറാവോ? നബി തങ്ങൾ തയ്യാറാവാണ്. കുഴപ്പമില്ല, മുസ്ലിമായിട്ട് വന്നവരെ ഞങ്ങൾ സ്വീകരിക്കൂല, എന്നാൽ ഞങ്ങൾ ആളിൽ നിന്ന് വന്നാൽ നിങ്ങൾ സ്വീകരിച്ചോളി. ഒപ്പിട്ട് കൊടുത്തു. പിന്നെ അടുത്ത വാഗ്ദാനം, 10 വർഷത്തോളം ഉംറ ചെയ്യാൻ നിങ്ങൾ വരാൻ പാടില്ല. 10 വർഷക്കാലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരാൻ പാടില്ല. വീണ്ടും ഒപ്പ് ചെയ്തു, ഒപ്പ് വെച്ചു കൊടുത്തു. അപ്പോഴാണ് സഹിൽ എന്ന് പറയുന്ന ഒപ്പ് വെക്കുന്ന സന്ധി ചെയ്യുന്ന ഒരാളുടെ ആ സഹോദരന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ച് ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. കൈകാലുകളിൽ ചങ്ങലയുണ്ട്. അബൂജന്തൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൈകളിൽ ചങ്ങലക്കെട്ടുകളുണ്ട്. എവിടെയോ ബന്ദിയാക്കിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ശത്രുക്കളോട് പോരാടി കൈകാലുകളിലുള്ള ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് ഹബീബിന്റെ സമീപത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ അങ്ങയുടെ കൂടെ മദീനയിലേക്ക് കടന്നു വരികയാണ് നബിയെ, എന്നെയും താങ്കൾ മദീനയിലേക്ക് കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ, ശത്രുക്കളുടെ ശിക്ഷ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ശത്രുക്കളുടെ പരീക്ഷണം സഹിക്കാൻ കഴിയുന്നില്ല, ജയിൽ പുള്ളിയാക്കി ക്രൂരമായി പീഡിപ്പിക്കുകയാണ് റസൂലേ, എന്റെ ശരീരത്തിലുള്ള അടികളുടെ പാടുകൾ കാണുന്നുണ്ടല്ലോ, ഞാൻ അങ്ങയുടെ കൂടെ കടന്നു വരട്ടെ എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോ അവിടെയുള്ള സ്വഹാബാക്കളുടെ കൺതടങ്ങൾ നിറഞ്ഞു പോയെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് അബൂജന്തലിനോട് പറയാണ്, അബൂജന്തലെ, എന്റെ കൂടെ വരാൻ പറ്റൂല, കാരണം ഒപ്പ് വെച്ച് കഴിഞ്ഞു പോയി, ഒപ്പ് വെച്ച് കഴിഞ്ഞു, ഇനി വരാൻ പറ്റൂല. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയല്ല, ഇവരെ കൊണ്ടുപോയി കൂടെ? കൊണ്ടുപോവാൻ ഞങ്ങൾ അനുവദിക്കൂല. നിങ്ങൾ ആദ്യം തന്നെ വാക്ക് തെറ്റിക്കാൻ പാടില്ല. എന്നിട്ട് സഹലിനെ ക്രൂരമായി നിലത്തിലൂടെ വലിച്ചിഴച്ച് ചങ്ങലക്കെട്ടുകളുമായി തിരിച്ചു കൊണ്ടുപോകുന്നത് നിറഞ്ഞ കൺതടങ്ങളുമായി സ്വഹാബാക്കളും നബിതങ്ങളും നിസ്സഹായനായി നോക്കി നിന്നു. ഒന്നും ചെയ്തില്ല. എന്ന് നിങ്ങൾ കേൾക്കണോ? മഹാന്മാരായ സ്വഹാബാക്കൾ പറയാണ്, ഈ ഒരു ഉടമ്പടി കഴിഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. നബിയെ, നിങ്ങളല്ലേ പറഞ്ഞത് ഉംറ ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ നബിയെ താങ്കൾ ഇങ്ങോട്ട് കടന്നു വന്നത്? ഞങ്ങളോട് പറഞ്ഞത് ഉംറ ചെയ്യാമെന്നല്ലേ? നിങ്ങൾ ഇപ്പോൾ ഉംറ ചെയ്യാതെ മടങ്ങുകയാണോ? നബി തങ്ങൾ പറഞ്ഞു, അതെ. അപ്പൊ നിങ്ങളല്ലേ ഉംറ ചെയ്യാന്ന് പറഞ്ഞത്? നബി തങ്ങൾ ചോദിച്ചു, ഞാൻ ഉംറ ചെയ്യാന്ന് പറഞ്ഞിരുന്നു, ഈ വർഷം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, ഉംറ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. അപ്പൊ ഉമർ തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അലസ്ത റസൂലല്ലാഹി ഹഖ്ഖ, നിങ്ങൾ സത്യത്തിൽ അള്ളാന്റെ പ്രവാചകൻ തന്നെയാണോ? ഉമർ തങ്ങൾ ചോദിച്ച ചോദ്യമാണ്. അലസ്ത റസൂലല്ലാഹി ഹഖ്ഖ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകൻ തന്നെയാണോ? അല്ല, കള്ളപ്രവാചകനാണോ? നബി തങ്ങളൊന്നും മിണ്ടിയില്ല. നേരെ പോയി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖേ, ഈ വർഷം ഉംറ ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്, എന്നിട്ട് ഉംറ ചെയ്യാതെ തിരിച്ചു പോവുകയോ? സിദ്ദീഖ് തങ്ങളും ചോദിച്ചു, ഉമറേ, ഈ വർഷം ഉംറ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലല്ലോ.
സിദ്ദീഖ് തങ്ങളോടും ചോദിച്ചോ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണോ ഇത്? സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണോ എന്ന് മഹാനായ ഉമർ തങ്ങൾ ദേഷ്യം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറയുന്നത്, ഞങ്ങൾ ആരും ഉംറ ചെയ്യുന്നില്ല, നിങ്ങൾ തഹല്ലുലാവണം, എല്ലാവരും മുടി കളയണം, ആടിനെ അറുത്തു കൊടുക്കണം, എന്നിട്ട് മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബിയും നബി തങ്ങൾ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല. ഒരു സ്വഹാബിയും കേട്ടില്ല. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഉംറ ചെയ്യുന്നില്ല, തൽക്കാലം കഫാറത്ത് കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്തിട്ട് തലവടിച്ച് നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോവാൻ. സ്വഹാബാക്കൾ ഒരാളും കേട്ടില്ല. നബി തങ്ങൾ ഇങ്ങനെ വേദനയോടെ ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണ് ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്? എന്തേ, നിങ്ങൾക്ക് എന്തു പറ്റി നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഞാൻ എന്റെ സ്വഹാബാക്കളോട് ഒരു കാര്യം പറഞ്ഞിട്ട് സ്വഹാബാക്കൾ അത് കേട്ടിട്ടില്ലല്ലോ, സ്വഹാബാക്കൾ അത് കേൾക്കുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞു, സ്വഹാബാക്കൾ കേട്ടിട്ടില്ല, എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മുത്തുനബിയെ, ഞാൻ നിങ്ങൾക്കൊരു ഉപഹാരം, ഒരു ഐഡിയ പറഞ്ഞു തരാം, ഒരു ഉപായം പറഞ്ഞു തരാം. നിങ്ങൾ ആരോടും ആരോടും മിണ്ടരുത്. നിങ്ങൾ നിങ്ങളുടെ തലയുടെ മുടിയെടുത്ത് കഫാറത്ത് കൊടുക്കണം നബിയെ. എന്നിട്ട് നിങ്ങൾ മദീനയിലേക്ക് മടങ്ങണം നബിയെ. എന്നിട്ട് നിങ്ങൾ ഉംറയിൽ നിന്ന് തഹല്ലുലാവണം നബിയെ. ഇത് കേട്ടപ്പോ നബി തങ്ങൾക്ക് തോന്നി, നല്ല ഐഡിയ ആണല്ലോ, നല്ല ഉപായമാണല്ലോ, നല്ല തന്ത്രമാണല്ലോ. നബി തങ്ങൾ നേരെ പോയി മുടി പഠിച്ചു കളഞ്ഞു. എന്നിട്ട് ഉംറ ചെയ്യാതെ മടങ്ങി പോകുന്നതിന്റെ പ്രായശ്ചിത്തമായി ആടിനറുത്തു. ഇത് കണ്ടപ്പോഴേക്കും സ്വഹാബാക്കളൊക്കെ ഞെട്ടിത്തിരിച്ചു. യാ അല്ലാഹ്, യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, ഹബീബ് ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ ഞങ്ങൾ മടിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വഹാബാക്കൾ കൂട്ടം കൂട്ടമായി ഓടി മുടി കളയുകയും ആടിനെ അറുത്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഉമർ തങ്ങളുടെ കഥ കേൾക്കണോ? ഈ ഒരു സംഭവം പറഞ്ഞ ഉമർ തങ്ങൾക്ക് വിഷമം പിടിച്ചു. പിന്നെ വർഷങ്ങളോളം നോമ്പ് നോക്കാൻ തുടങ്ങി, വർഷങ്ങളോളം രാത്രി നിസ്കരിക്കാൻ തുടങ്ങി, ഒരുപാട് അടിമകളെ മോചിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറയാണ്, എന്റെ മനസ്സിന് സംതൃപ്തിയാകുന്നത് വരെ, അള്ളാഹു എനിക്ക് പുറത്തു തന്നു എന്നും അള്ളാഹു എന്നെ തൃപ്തിപ്പെട്ടു എന്നും തോന്നുന്നത് വരെ വർഷങ്ങളോളമാണ് ഇതിന് പ്രായശ്ചിത്തമായി ഞാൻ നോമ്പ് നോറ്റത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് അവിടെ ഉപയോഗിച്ചത് വിവേകമാണ്, വികാരമല്ല. ഉമർ തങ്ങൾ ഉപയോഗിച്ചത് വികാരമാണ്. ആ ഒരു വിവേകം നമ്മളും ഉപയോഗിക്കുക. നമ്മളിവിടെ വികാരം ഉപയോഗിച്ച് പള്ളിയുടെ ഉസ്താദിനെ കഴുത്തെടുത്ത് കൊന്നപ്പോ വടിയും വാളും കുന്തവുമായി ഇറങ്ങി ഇവിടെ പ്രശ്നം ഉണ്ടാക്കി. എന്താ ഇവിടെ നേടാൻ പോകുന്നത്? നിരപരാധികൾ കൊല്ലപ്പെടും. കൊലപാതകം നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ്. ഒരു പൈങ്കിളിയെപ്പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീൻ മുത്തു റസൂലുള്ളാഹ്. സല്ലപിക്കുന്ന ഇണക്കിളികളെ അരുത്, കാട്ടാള അരുത്, അരുത് കാട്ടാള അരുത്. സല്ലപിക്കുന്ന ഇണക്കിളികളെ വേട്ടയാടി അതിന്റെ രക്തം ഇന്ത്യ എന്ന മഹാഭാരതത്തിലിറ്റ് വീണ് ഇന്ത്യയുടെ സംസ്കാരത്തിന് പോറലേൽപ്പിക്കരുത് എന്ന് വാൽമീകി മഹർഷി പറഞ്ഞ ഈ ഇന്ത്യ മഹാഭാരതത്തിലാണ് നാടുനീളെ കൊലപാതകങ്ങളുടെ കഥകൾ കേൾക്കുന്നത്. കളങ്കപ്പെട്ടില്ലേ? സംസ്കാരത്തിന് പോറലേറ്റില്ലേ? സല്ലപിക്കുന്ന ഇണക്കിളികളുടെ രക്തമിറ്റ് വീണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു കളങ്കമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ വാൽമീകി മഹർഷി. ഒരു പൈങ്കിളിയെപ്പോലും വെറുതെ നോവിക്കരുത്. എങ്ങാനും ഒരു പൈങ്കിളിയെ തിന്നാനോ ആവശ്യത്തിനോ വേണ്ടിയല്ലാതെ നോവിച്ചാൽ നാളെ മഹ്ശറാവൻ സഭയിൽ ആ പൈങ്കിളി നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്നും അത് കാരണമായി നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ സമുദായത്തിൽപ്പെട്ട നമ്മൾ എങ്ങനെയാണ് കൊലപാതകം നടത്തുക? നമ്മൾ എങ്ങനെയാണ് കൊലപാതകം നടത്തുക? വാൽമീകി മഹർഷി പറഞ്ഞതുപോലെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് കൊലപാതകം നടത്തുക? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്ദേശവാഹകനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അങ്ങ് കാസർഗോഡ് വന്നപ്പോ, കേരളക്കരയിലേക്ക് വന്നപ്പോ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് മഹാന്മാരായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന് പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലങ്ങൾ നൽകിയത്. ഒരുപാട്
ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഇവിടെ സ്ഥലങ്ങൾ നൽകിയത് മുസ്ലിമീങ്ങളാണെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമെന്ന് ലോകമുടനീളം പ്രശസ്തി ആർജിച്ച ഇന്ത്യ മഹാരാജ്യത്തെ നിങ്ങൾ ദയവ് ചെയ്ത് ഗുജറാത്ത് ആക്കരുത്, ദയവ് ചെയ്ത് പാകിസ്ഥാൻ ആക്കരുത്, ദയവ് ചെയ്ത് ശരിയാക്കരുത്. എനിക്ക് പറയാനുള്ളത് നിയമപാലകരോടാണ്. നിങ്ങൾ കാക്കി അണിയുന്ന സമയത്ത്, വക്കീലന്മാർ ഗൗൺ അണിയുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞയുണ്ട്. പ്രത്യേകമായ സമുദായത്തോടൊരു ഫേവർ ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകമായ വിഭാഗത്തോട് താല്പര്യം ഉണ്ടാവാൻ പാടില്ല. നിയമം നിയമത്തിന്റെ വഴിയിലാവണം. ഒരാളോടും പ്രത്യേകമായ പ്രീതി, ചില ആളുകൾക്ക് പ്രത്യേകമായ നിയമം, ചില ആളുകൾക്ക് പ്രത്യേകമായ നിയമം. മുസ്ലിമീങ്ങൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട UAPA, എന്നാൽ മറ്റു ചില ആളുകൾ എന്ത് ചെയ്താലും അവരെ ഡമ്മി പ്രതികളെ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടുകാരായ നിയമപാലകർ തുടങ്ങിയാൽ ഇതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് മറന്നു പോകരുത്. ഇത് പാകിസ്ഥാനായി മാറും. പിന്നെ സ്കൂളിൽ ബോംബ് സ്ഫോടനങ്ങൾ, മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ചതാണ്, അവിടെയുണ്ട് ചാവേർ സ്ഫോടനങ്ങൾ. അങ്ങാടിയിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നതാണ്, ചാവേർ സ്ഫോടനം. അവിടെ അമ്പലത്തിൽ ഒന്ന് പൂജിക്കാൻ പോയതാണ്, അവിടെയും ബോംബ് സ്ഫോടനം. പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ വന്നതാണ്, അവിടെയും ബോംബ് സ്ഫോടനം. ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത്. ദയവ് ചെയ്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ, കാസർഗോഡിനെ, കേരളത്തെ ഒരു പാകിസ്ഥാനാക്കി മാറ്റരുത്. ഒരു പൂച്ച, ഒരു മുറിയിലിട്ട് നിരന്തരമായി ഒരു മിണ്ടാ പൂച്ചയെ ഒരാൾ നോവിച്ചാൽ പൂച്ച അതിന്റെ മിണ്ടാ പൂച്ച എന്ന പേര് മാറ്റി ഒരു പുലിയുടെ രൂപമായി മാറുമെന്ന് എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. നിരപരാധികളായ ആളുകളെ വളരെ ക്രൂരമായിട്ടും നിഷ്ഠൂരമായിട്ടും പള്ളികളിലും മിമ്പറുകളിലും മിനാരങ്ങളിലും കയറി വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോ അവരെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം നമ്മുടെ നിയമപാലകരിൽ നിന്നുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് അവിടെ വിവേകം കൊണ്ട് പ്രവർത്തിച്ചപ്പോ 2 വർഷം കൊണ്ട് മക്ക മുഴുവനും ഒരു ചോര പോലും വിറ്റു വീഴാതെ നബി തങ്ങളുടെ കൈകളിലേക്ക് കടന്നു വന്നു. സ്വഹാബാക്കൾ പറയാണ്, ഫതഹു മക്ക, മക്കയിൽ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കൾക്കും മക്ക വിജയമുണ്ടായത് സത്യത്തിൽ മക്ക വിജയം അന്നല്ല ഉണ്ടായത്. ഹുദൈബിയ സന്ധി നടന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് വികാരത്തിന് അടിമപ്പെടാതെ വിവേകം കാണിച്ചതുകൊണ്ടാണ് മക്കത്തുൽ ഫതഹ്, വിശാലമായ മക്ക എന്ന നാട് അല്ലാഹുവിന്റെ ഹബീബിന് തിരിച്ചു ലഭിക്കാനുള്ള കാരണം അന്നത്തെ ക്ഷമയായിരുന്നു, സംയമനമായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട കാസർഗോട്ടിലുള്ള സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് സംയമനമാണ് നമ്മുടെ ആയുധം. നമ്മുടെ ആയുധം ക്ഷമയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യലല്ലാതെ പരിഹാരമില്ല. ഇവിടെ കൊലപാതകം ചെയ്യപ്പെട്ട ക്രിമിനലുകളായ ആളുകൾക്ക് ശക്തമായ വകുപ്പുകൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പോരാടണം. അതിന്റെ പേരിൽ ഒരു രക്തം പോലും നമ്മുടെ കാസർഗോഡ് വീഴാൻ പാടില്ല. അതിന്റെ പേരിൽ ഒരു രക്തം പോലും നമ്മുടെ കേരളത്തിൽ വീഴാൻ പാടില്ല. അതിനൊരു പ്രതികാരമായ ഒരു രക്തം പോലും, ഒരു പാവപ്പെട്ട ഭാര്യ പോലും ഇവിടെ വിധവയാവാൻ പാടില്ല. ഒരു പാവപ്പെട്ട മക്കൾ പോലും ഇവിടെ യതീമായി അനാഥരായി മാറാൻ പാടില്ല. എന്തിനാണ് ആരെയൊക്കെ കൊലപ്പെടുത്തിയിട്ട് എന്ത് നേട്ടമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഒരുപാട് അനാഥമാർ, ഒരുപാട് വിധവമാർ, ഒരുപാട് ഉപ്പയില്ലാത്ത മക്കൾ, മക്കളില്ലാത്ത ഉപ്പമാർ ലോകത്തിന്റെ കണ്ണുനീര് കുടിച്ചിട്ട് എന്ത് നേട്ടമാണ് നമ്മൾക്കുള്ളത്? പക്ഷേ എനിക്ക് പറയാനുള്ളത്, ക്രിമിനലുകളായ ആളുകളെ സംരക്ഷിച്ചിട്ട് ഒരുപാട് ഡമ്മികളെ ഇറക്കിയിട്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സംവിധാനം ഇനിയും നമ്മുടെ നാടുകളിൽ തുടർന്നാൽ ഇതിന്റെ സൈഡ് എഫക്റ്റായി, ഇതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടായാൽ ആരൊക്കെയാണോ ഇതിനൊത്താശ ചെയ്യുന്നത്, ആരൊക്കെയാണോ ഇവരെ സംരക്ഷിക്കുന്നത്, ആരൊക്കെയാണോ അവർ വാദിക്കുന്നത്, അവരുടെ വീടിൽ പോലും സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റൂല. അത് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് ലൈഫ് ഈസ് ആൻ എക്കോ എന്നാണ്. ജീവിതം എന്നാൽ ഒരു പ്രതിധ്വനിയാണ്. ഇന്ന് ചെയ്തത് നാളെ നമ്മൾക്ക് കിട്ടും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നതിൽ സംശയമില്ല. വർഗീയ ചിന്തകൾ ഉണ്ടാക്കി 4 വോട്ടിന് വേണ്ടി മുസ്ലിമിനെയും ഹിന്ദുവിനെയും സ്പർദ്ധയുണ്ടാക്കി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, എന്തിനാണ് ഈ ആഭാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഒന്ന് നിർത്താനുള്ള സമയമായിട്ടില്ലേ? എന്തിനാണ് പാവപ്പെട്ട ഉമ്മമാരുടെ കണ്ണുനീര് കുടിക്കുന്നത്? നിർത്താനുള്ള സമയമായിട്ടില്ലേ? എന്ത് നേട്ടമാണ് ഒരു പാവപ്പെട്ട ഉസ്താദിന്റെ ചോര കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത്? ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിൽ ഈ അടുത്തൊരു കൊലപാതകം നടന്നു. കാസർഗോഡ് ജില്ലയിലല്ല, വേറൊരു ജില്ലയിൽ. ആ കൊലപാതകം നടന്ന പ്രതികൾ പിടിക്കപ്പെട്ടപ്പോ 1 മാസം കൊണ്ട് ജാമ്യത്തിലിറങ്ങുകയുണ്ടായി. കേൾക്കണോ, 7 പ്രതികളിൽ 5 പേരും അപകടം കൊണ്ട് മരിച്ചുപോയി. ഈ അടുത്ത് നടന്നൊരു കൊലപാതകം. ഒരാൾ സൂയിസൈഡ് ചെയ്തു,
ഒരാൾ കാർ ആക്സിഡന്റിൽ പെട്ടു, ഒരാൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു. അങ്ങനെ 5ഓളം ആളുകൾ വ്യത്യസ്തമായ കാരണങ്ങളാൽ മരിച്ചുപോയത് നമ്മുടെ കൺമുന്നിൽ തെളിവുണ്ടാകുമ്പോൾ നമ്മൾക്ക് ദുആ ചെയ്യാം സർവശക്തനായ അള്ളാഹുവിനോട്, അള്ളാഹുവേ ഈ ക്രിമിനലുകളെ നീ നശിപ്പിക്കണേ അല്ലാ. സമുദായത്തിന്റെ നാടിന്റെ ഐക്യവും നാടിന്റെ സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്ന, ഇതിനു വേണ്ടി ഒത്താശ ചെയ്യുന്നവർ ആരൊക്കെ, അവർ രാഷ്ട്രീയ നേതാക്കളാവട്ടെ ആരുമാവട്ടെ, അവരെ നീ നശിപ്പിക്കണേ അല്ലാ. അള്ളാഹുവേ നമ്മുടെ നാട്ടിൽ നീ സമാധാനം നിലനിർത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരായ എന്റെ സ്നേഹിതന്മാരെ, പള്ളിയിൽ കയറി കൊലപാതകം നടത്തുന്നത് നമ്മെ പ്രകോപിപ്പിക്കാനാണ്. ഉസ്താദുമാരെ വെട്ടുമ്പോഴേക്കും ഒരു മനുഷ്യന്റെ വികാരമുണരും, അതിന്റെ പേരിൽ നമ്മൾ അമ്പലങ്ങളിലേക്ക് കയറും. അരുത് അരുത്, ഇത് ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമല്ല. നിങ്ങൾ പഠിക്കണം, മഹാനായ സക്കരിയ നബി അലൈഹിസലാം, മഹാനായ യഹ്യാ നബി അലൈഹിസലാം, രണ്ടുപേരെയും ജൂതന്മാർ കഴുത്തറുത്തു കൊന്നതാണ്. എങ്ങനെ ഓടിപ്പോകുന്ന മഹാനായ സക്കരിയ നബി അലൈഹിസലാം ഒരു മരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറിയപ്പോ അദ്ദേഹത്തിന്റെ ശരീരം 2 കഷ്ണമായി ഈർച്ചവാൾ കൊണ്ട് ഈർന്നുകൊണ്ട് വധിച്ചിട്ടുണ്ട് ജൂതന്മാരായ ആളുകൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ ദയവ് ചെയ്ത് വെപ്രാളപ്പെടരുത്. പരീക്ഷണം കൊണ്ടേ സ്വർഗത്തിലേക്ക് കടന്നെത്താൻ, സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ട്, പഴയകാല പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. പഴയകാല പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ആരും നിങ്ങളെ ഫോക്കസ് ചെയ്യൂല. നിങ്ങൾ അറ്റാക്ക് ചെയ്യാനും നിങ്ങൾ ആക്രമിക്കാനും നിങ്ങൾ എതിർക്കാൻ ഒരാളുണ്ടാവൂല. ബാങ്ക് വിളിക്കുമ്പോ മടക്കി കുത്തിയിരുന്ന ഹൈന്ദവ വിശ്വാസികൾ ഒന്ന് മടക്കുത്തി താഴ്ത്തി വെച്ചിരുന്ന കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ വിശ്വാസികൾ ജോലി നിർത്തി മിണ്ടാതെ ഓച്ചാനിച്ച് നിന്ന സമയം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമ്പറം തങ്ങളുടെയും കോന്തു നായരുടെയും മണ്ണാണിത്. സാമൂതിരിയുടെയും മാങ്ങാട്ടച്ചന്റെയും കുഞ്ഞായി മുസ്ലിയാരുടെയും നാടാണിത്. ഇവിടെയുള്ള ഐക്യവും അഖണ്ഡതയും തകർക്കപ്പെടരുത്. അതിനുവേണ്ടി നമ്മൾ പോരാടണം. പക്ഷേ നിയമത്തിന് വേണ്ടി നമ്മൾ വിശ്രമമില്ലാതെ അധ്വാനിക്കണം. രാഷ്ട്രീയ നേതാക്കൾ ഈ വേദിയിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ അവരോട് പറയാൻ, ഈ ക്രിമിനലുകളായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ഇനി ഉണ്ടാവാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, പീഡനങ്ങൾ നടക്കുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് UAE-യിലാണ്. GCC രാഷ്ട്രങ്ങളിൽ, യൂറോപ്പിലൊന്നും സഞ്ചരിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല അവിടുത്തെ കഥ എന്ത്. കുപ്പായം അഴിച്ചിട്ട് നടക്കുന്ന ഒരു ടീം ഏറ്റവും കൂടുതൽ UAE-യിലാണ്, അല്ലെ? കുപ്പായിടാതെ നടക്കുന്ന ഒരു ടീം UAE-യിലാണ്. അവിടെ ആണുങ്ങൾ ഫുൾ സ്ലീവും കൂളിംഗ് ഗ്ലാസും മുഴുവനും ഷൂസും ഒക്കെ ധരിച്ച് ഇൻസൈഡ് ചെയ്ത് നടക്കുമ്പോ ആണുങ്ങൾ ആകെ കാണാൻ ഇത്ര സ്ഥലമാണ്, എന്നാൽ പെണ്ണുങ്ങൾ ആകെ അത്രേ മറക്കുള്ളൂ. അതാണ് അവിടുത്തെ അവസ്ഥ. എന്നാൽ അവിടെയല്ലേ പീഡനം നടക്കേണ്ടത്? അവിടെയല്ലേ പീഡനങ്ങളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടക്കേണ്ടത്? എന്തേ ഒരാൾ മറ്റൊരു പെണ്ണിനെ തോണ്ടുന്നില്ല? എന്തേ ഒന്ന് നോക്കുന്നില്ല? നമ്മുടെ നാട്ടിൽ ഇത്രയും സൂക്ഷ്മതയോടെ വസ്ത്രം ധരിച്ച് സംസ്കാരത്തോടെ ജീവിച്ചിട്ട് പോലും ക്രൂരമായ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എന്തേ നടക്കുന്നത്? അതിന് കാരണം ഒന്ന് മാത്രമാണ്, ഇവിടുത്തെ നിയമം കാറ്റിൽ പറത്താനുള്ളതാണ്. അവിടുത്തെ നിയമം പോലെ നടക്കുന്നുണ്ട്. അവിടെ ഒന്ന് കൈ തോണ്ടിയാൽ നാളെ ഈ കൈ ഉയർത്താൻ തലയുണ്ടാവൂല എന്ന ബോധം UAE-യിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം. താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നിയമത്തെ പേടിച്ചിട്ടാണ്. കുപ്പായം അഴിച്ചിട്ട് എല്ലാരും നടക്കുന്നത്. ഒന്ന് തൊടാനും ഒന്ന് തോണ്ടാനും ഒന്ന് കൂടെ പോകാനും താല്പര്യമുണ്ട്, പക്ഷേ പേടി തല പോകുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇന്ന് ബലാത്സംഗം നടത്തി കൊന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങാണ്. അപ്പൊ അവർക്ക് ഉറപ്പായി ഇനി അടുത്ത ബലാത്സംഗം നടത്തിയാൽ എനിക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ആളുണ്ട്, എന്നാ പിന്നെ അടുത്ത പെണ്ണിനെ നോക്കി നടക്കും. അത് കഴിഞ്ഞ് അടുത്ത കൊലപാതകം നടന്നു, അടുത്ത ബലാത്സംഗം നടന്നു, വീണ്ടും ജയിലിലായി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരും. ഇതയാൾക്കൊരു ഹോബിയാണ് ബലാത്സംഗം ചെയ്യും. എന്റെ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വരെ വാദിക്കുന്ന വക്കീലന്മാർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ, ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ പ്രബുദ്ധ കേരളം ഒന്നിച്ച് അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കും. ഇത്രയും വലിയ ക്രൂരമായ ബലാത്സംഗവും പീഡനവും ചെയ്ത ആളാണ്. അവന് വേണ്ടി വേറെ ശബ്ദിക്കാൻ ഇവിടെ ആളുകളുണ്ട്, വക്കീലന്മാരുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ നീതിയിലുള്ള നിയമത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമുദായത്തിന് പ്രത്യേകിച്ചിട്ട് കൈവെട്ടിയപ്പോൾ UAPA, തലവെട്ടിയപ്പോൾ ഒന്നുമില്ല. അങ്ങനല്ലേ നമ്മൾ കണ്ടത്? കൈവെട്ടിന് നമ്മൾ ഒരിക്കലും അവർക്ക് സപ്പോർട്ട് ചെയ്യല്ല. കൈവെട്ടിയപ്പോൾ UAPA, തലവെട്ടിയപ്പോൾ ഒന്നുമില്ല. തലയാണോ കൈയാണോ തലയെക്കാളും വലുത്? പക്ഷേ നമ്മളതുകൊണ്ട് വികാരം കൊണ്ട് അതിലേക്ക് ഇറങ്ങി പുറപ്പെടുകയല്ല. നീതിയും നിയമത്തിനും വേണ്ടി നിരന്തരമായി അതിന്റെ പിന്നാലെ ഈ ക്രിമിനലുകൾക്ക് അർഹമായ ശിക്ഷ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. അല്ലാഹു ഇങ്ങനെയുള്ള നാടിന്റെ സമാധാനം നശിപ്പിക്കുന്ന ആളുകൾ അല്ലാഹു നശിപ്പിക്കട്ടെ.
നമ്മുടെ നാട്ടിൽ അള്ളാഹു സമാധാനം നിലനിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാര, അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് പഴയകാല പ്രതാപം തിരിച്ചു വരണമെങ്കിൽ അള്ളാഹു ഒരു ഡിമാൻഡ് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ. ഈ ആയത്തും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. 10 ആകുമ്പോൾ ദുആ അടുക്ക നിർത്തും ഇൻഷാ അല്ലാഹ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹുമുൽ ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. ഓ സത്യവിശ്വാസികളെ, ഓ മുസ്ലിമീങ്ങളെ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു വാഗ്ദാനം തരട്ടെ, ഒരു കരാർ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക് ഞാനൊരു വാഗ്ദാനം നൽകുകയാണ്. വഅമിലുസ് സ്വാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഞാനൊരു വാഗ്ദാനം നൽകട്ടെ. എന്താണ് വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് അവരുടെ അധികാരം തിരിച്ചു നൽകിയതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സും പ്രതാപവും ഞാൻ തിരിച്ചു തരാം. മുസ്ലിം എന്ന് പറയുമ്പോ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, മുസ്ലിമീങ്ങളോട് ബഹുമാനമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണോ? ഹൈന്ദവ വിശ്വാസികൾ പണ്ട് അല്ലെ, പഴയ കാലത്ത് വർഗ വിവേചനത്തിന്റെ പേരിൽ, ജാതിയുടെ വിവേചനത്തിന്റെ പേരിൽ ശൂദ്രരും ക്ഷത്രിയരും ആയ ആളുകൾ, ഏറ്റവും നികിഷ്ഠരായ ആളുകൾ, ശൂദ്രരായ ആളുകൾ, അവർക്ക് കിലോമീറ്ററുകൾക്കപ്പുറത്തില്ല ബ്രാഹ്മണരുടെ സമീപത്ത് നടക്കാൻ പാടില്ല. ബ്രാഹ്മണര് നടന്നാൽ 1 കിലോമീറ്റർ അപ്പുറത്ത് ശൂദ്രരായ താഴ്ന്ന ജാതിക്കാർ നടക്കണം. അവർ ദൈവത്തിന്റെ കാലിൽ നിന്നുണ്ടായവരാണ്. എങ്ങാനും ഒന്ന് കണ്ടുപോയാൽ ഈ ശൂദ്രന്റെ ചെവിയിൽ ചുട്ടുപൊള്ളുന്ന ഈയമൊഴിച്ചു കൊടുക്കുമായിരുന്നു. ശൂദ്രൻ, അതേ ജാതിയുടെ വിവേചനമുണ്ടായ സമയത്ത് ശൂദ്രന്മാർ ഈ വിവേചനം ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ വഴിയാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം. എന്നാൽ ഈ താഴ്ന്ന വർഗക്കാരൻ പിറ്റേ ദിവസം ഒരു തൊപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ ബ്രാഹ്മണൻ കയ്യും പിടിച്ച് കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കും. നോക്കണം, നമ്മൾ താഴ്ന്ന ജാതിക്കാരൻ ഒന്നടുത്തു വന്നാൽ, ഒന്ന് കണ്ടാൽ, അല്ലെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരിയാൽ കിണർ മുഴുവനും വെള്ളം അത് മുഴുവനും ഒഴിവാക്കി വൃത്തിയാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിമായി തൊപ്പി വെച്ച് വന്നാൽ ബ്രാഹ്മണർ കൂടെ ഇരുത്തി ഭക്ഷണം നൽകിയിരുന്നു. ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ അഭിമാനവും അന്തസ്സും ഞാൻ തിരിച്ചു തരാം, പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. പക്ഷേ ഡിമാൻഡ് ഉണ്ട്. നിങ്ങളുടെ മതം പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് സമ്മതം തരാം. ബീഫ് കഴിക്കാൻ പറ്റൂല എന്നാ പിന്നെ ഏറ്റവും കൂടുതൽ ബീഫ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ്. ഇതൊന്നും അവരുടെ മതത്തോടുള്ള താല്പര്യമല്ല. എന്തെങ്കിലും ഒരു കാർഡ്, എന്തെങ്കിലും ഒരു കളി വേണം, എന്നിട്ട് വോട്ട് പിടിക്കണം എന്നതേ ഉള്ളൂ. ആരെവിടെ ബീഫ് കഴിക്കാത്ത? നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് പല ആളുകളും വരാറില്ലേ, അവരൊന്നും ബീഫ് കഴിക്കാറില്ലേ? ആരും ബീഫ് കഴിക്കാത്ത. നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ ഞാൻ അവസരം തരാം. താടി വെച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ജോലി നിഷേധിക്കപ്പെടൂല. ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പറഞ്ഞേക്കൂല. പർദ്ദ ധരിച്ചതിന്റെ പേരിൽ ക്യാമ്പസിന്റെ കലാലയങ്ങളിൽ വളരെ ക്രൂരമായി ആക്രമിക്കപ്പെടൂല. നിങ്ങളുടെ ദീന് പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കാൻ ഞാൻ അവസരം തരാം. നിങ്ങളുടെ ഈ പേടി മാറ്റി നിങ്ങൾക്ക് ഞാൻ പേടിയില്ലായ്മ തരാം. പുറത്തിറങ്ങാൻ പേടിയാണ്, പേര് ചോദിച്ചിട്ടാണ് അടിക്കുന്നത് അല്ലേ? പേര് ചോദിച്ചിട്ടാണ് ചില സമയത്ത് ഇവിടെ അടികൊണ്ടത്. എന്റെ പേരെന്താ? എന്നാ പിന്നെ പിടിച്ചോ.
നിന്റെ പേടി മാറ്റി നിനക്ക് സന്തോഷവും വിജയവും തരാം, നിർഭയത്വം തരാം, സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഉണ്ടാക്കി തരാം. ഒരു ഡിമാൻഡ് ഉണ്ട്, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ, മറ്റു ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്. എന്നെ ആരാധിക്കുക, ഏകനായ അല്ലാഹുവിൽ ആരാധിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ശക്തമായ നിയമപ്രകാരം സുന്നത്ത് ജമാഅത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന നമ്മൾ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹു മാത്രമേ ദൈവമുള്ളൂ, ഏകനായ ഇലാഹ് അല്ലാഹുവാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ആ ഒരു തീരുമാനം പോലെ, ആ ഒരു രീതി പോലെ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹു ഏകനാണ് എന്ന വിശ്വാസത്തോടെ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അല്ലാഹുവിന്റെ കൂടെ വേറെ ദൈവങ്ങളെ കൂട്ടരുത്, ദൈവം ഒന്നേ ഉള്ളൂ, അല്ലാഹുവാണ്. ഒന്നാമത്തെ ഡിമാൻഡ് അതാണ്, എന്നെ നിങ്ങൾ ആരാധിക്കുക. 2 വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ. നിസ്കാരം വളരെ കൃത്യമായി നിലനിർത്തുക. ജുമുഅക്ക് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് പോലെ സുബഹി നിസ്കാരത്തിന് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞത് ഒരു ജൂതനായ ഒരു നേതാവാണ്. സുബഹി ജുമുഅക്ക് എത്ര ആളുകൾ കൂടുന്നുണ്ട്, ആ ആളുകൾ സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിൽ കൂടിയിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങൾ നേരിടുന്ന വെല്ലുവിളികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾക്ക് മടങ്ങാം. നമ്മൾക്ക് ഈ വിജയവും സമാധാനവും കാക്ഷിക്കുന്നവർക്ക് ഈ ഒരു രീതിയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. വഅഖീമുസ് സ്വലാത്ത, നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ. അതോടൊപ്പം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ 4 വഴി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ 4 വഴികൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. 1, പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും രാത്രി കുറെ ആളുണ്ട്, ബാക്കിയുള്ള ആളുകൾ ഇന്ന് മുതൽ ഓതാൻ തുടങ്ങുക, താഴ്ത്തിക്കൊള്ളു. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ആഖിറം നമ്മൾക്ക് രക്ഷപ്പെടുത്താം. ഇനി ദുനിയാവ് രക്ഷപ്പെടുത്തണോ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തേക്ക്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവന് ഖബറിൽ ശിക്ഷയുണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹിയൽ മുൻജിയ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഓതാത്തവർ മരിക്കുന്ന ഉറപ്പാണല്ലോ. ഖബറിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലേ? ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാം വിജയിക്കുമെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ഖബറിനെ നോക്കി കരയുന്നത് കണ്ടപ്പോ മഹാനായ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, ഉസ്മാനെ എന്തിനാണ് കരയുന്നത്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഖബർ കാണുമ്പോൾ കരയാനുള്ള കാരണം ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെയുള്ള ലോകം എളുപ്പമാണ്. ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെ സിറാത്തിനെ പേടിക്കേണ്ടതില്ല, മഹ്ശറയെ പേടിക്കേണ്ടതില്ല, നരകത്തെ പേടിക്കേണ്ടതില്ല. അപ്പൊ ഖബറാണ് ആഖിറത്തിലെ ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത്, ഖബറാണ്. ആ ഖബർ രക്ഷപ്പെടാൻ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുവീൻ. ഇനി ദുനിയാവ് രക്ഷപ്പെടാൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണേ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല. മഹാന്മാരായ സ്വഹാബാക്കൾ മക്കളോട് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ പറഞ്ഞിരുന്നു. കടങ്ങൾ ഉണ്ടാവൂല, പ്രാരാബ്ദങ്ങൾ ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല, മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരൂല, മറ്റൊരാളോട് ബെഗ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവൂല. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ പരിശുദ്ധമായ ഖുർആനാണ് പരിഹാരം. ഖുർആനിലൂടെയല്ലാതെ പരിഹാരമില്ല. ആഖിറം സൂറത്തുൽ മുൽക്കിലൂടെ സമ്പാദിക്കാമെന്നാൽ ദുനിയാവ് സമ്പാദിക്കാൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. ഉപ്പമാരെ നിങ്ങൾ ഓതണേ, ഉമ്മമാരെ നിങ്ങളും ഓതണേ, മക്കളോടും ഓതാൻ പറയണേ, ഒരു വീട്ടിലുള്ള എല്ലാ ആളുകളും ഓതണേ. എന്തേ ഒരു 10 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചാൽ എന്തേ? ഒരുപാട് സമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കുമ്പോ, സോഷ്യൽ മീഡിയകളിൽ കളിക്കുമ്പോ, ടിവിക്ക് മുമ്പിൽ കളിക്കുമ്പോ, സിനിമക്ക് മുമ്പിൽ കളിക്കുമ്പോ, സീരിയലിന്റെ മുന്നിൽ അഡിക്റ്റ് ആയിരിക്കുമ്പോ, വെറുതെ സൊറ പറഞ്ഞിരിക്കുമ്പോ, വെറുതെ ചടച്ചിരിക്കുമ്പോ എന്തേ ഒരു 10 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി സമയം കണ്ടെത്താൻ എന്തേ സാധിക്കാത്തത്?
അല്ലാഹു നാളെ ചോദിക്കൂലേ നിന്റെ സമയത്തെക്കുറിച്ച്, അല്ലാഹു ചോദിക്കൂലേ നിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, അല്ലാഹു ചോദിക്കൂലേ നിന്റെ സമ്പാദ്യങ്ങളെ കുറിച്ച്. ആ സമയത്ത് അല്ലാഹുവിനോട് വ്യക്തമായ സ്പഷ്ടമായ മറുപടി പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ ഓരോ സമയങ്ങളും എങ്ങനെയാണിത് അല്ലാഹുവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക എന്ന് ശ്രദ്ധിക്കണം. ഖബറിലെത്തിയാൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ആ സൂറത്തുൽ മുൽക്കാണ് നാളെ ആഖിറത്തിൽ നമ്മൾക്ക് വേണ്ടി സംവദിക്കുന്നത്, നമ്മൾക്ക് വേണ്ടി സംവാദം നടത്തുന്നത്, നമ്മൾക്ക് വേണ്ടി തർക്കിക്കുന്നത്. ഏതുവരെ? ഖബറിന്റെ അദാബിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്നത് വരെ അല്ലാഹുവിനോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ വാഖിഅ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ, കടങ്ങൾ ഉണ്ടാവൂല, നിങ്ങൾ മക്കളോട് ഓദിക്കുക. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ ഹദീസുകളാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 4 കാര്യം ചെയ്താൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. 1 അസ്സദഖതു, നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 2 മുഹാഫളത്തുസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം. ഞാൻ പറഞ്ഞത് വാഖീമുസ് സ്വലാ, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ പഴയകാല പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം, നിങ്ങളുടെ പേടി ഞാൻ മാറ്റാം, നിങ്ങളുടെ ദീൻ പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. അല്ലാഹു പറഞ്ഞല്ലോ മുഹാഫളത്തുസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ അവന്റെ ഖബറിടം രക്ഷപ്പെടാമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. 3-മതായി പറഞ്ഞത് വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുകൾക്കും ഖബറിടം സ്വർഗീയമാക്കപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വകസ്റത്തുത് തസ്ബീഹ്, തസ്ബീഹ് അധികരിപ്പിക്കുന്നവർ സുബ്ഹാനല്ലാഹ് 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 ഇതുപോലെ തസ്ബീഹ് അധികരിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ അവന്റെ ഖബറിടവും അല്ലാഹു വിശാലമാക്കും, അവന്റെ ഖബറിടം അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹ്. ഓർമ്മയുണ്ടല്ലോ ഖബർ രക്ഷപ്പെടാൻ 4 കാര്യം പറഞ്ഞു. 1 നിർത്താൻ പോവാൻ 1 പറഞ്ഞോളൂ. 1 അസ്സദഖതു, നന്നായി ദാനധർമ്മം ചെയ്താൽ ഖബറിടം രക്ഷപ്പെടും. 2 മുഹാഫളത്തുസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പോരാ, കൃത്യമായി നിസ്കരിക്കണം. ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നിസ്കാരത്തെക്കുറിച്ച് ബോധം വേണം. 3 ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതണേ, ഖബറിടം സ്വർഗീയമാക്കാം. വകസ്റത്തുത് തസ്ബീഹ്, ഒരുപാട് തസ്ബീഹ് അധികരിപ്പിച്ചാൽ നമ്മുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കുകയും പ്രകാശിപ്പിക്കുകയും സ്വർഗീയ കവാടങ്ങൾ തുറന്നു തരികയും ചെയ്യുമെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹ്. ഇത് ഖബറിനെ രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇനി ദുനിയാവ് രക്ഷപ്പെടാനുള്ള വഴി എന്താ? പഴയകാല പ്രതാപം തിരിച്ചു വരാൻ 1 എന്നെ മാത്രം ആരാധിക്കുക, എന്നെ നന്നായി ആരാധിക്കുക, എന്റെ കൂടെ വേറെ ദൈവങ്ങളെ വെക്കരുത്, ദൈവം ഒന്നേ ഉള്ളൂ, അല്ലാഹുവാൻ. 2 വഅഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം. വആതുസ് സകാ, സകാത്ത് കൊടുത്തു വീട്ടണേ. ഞാൻ ചോദിക്കട്ടെ, സകാത്ത് കൊടുക്കാറുണ്ടോ? വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖിത്റ മിനസ് സമാ. എപ്പോഴാണോ ആളുകൾ സകാത്ത് കൊടുക്കാതെ മാറി നിൽക്കുന്നത് അന്നു മുതൽ ഭൂമിയിലേക്ക് മഴ ലഭിക്കൂല.